1980 സെപ്റ്റംബർ 6-ാം തീയതിയായിരുന്നു പ്രശസ്ത മലയാള നടി ലേഖ മദ്രാസിൽ മരണമടഞ്ഞത്. ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ലേഖയുടെ പെട്ടെന്നുള്ള അന്ത്യം ആരാധകരെയും സഹപ്രവർത്തകരെയും ഒന്നുപോലെ ഞെട്ടിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് അഭിനേത്രികളുടെ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന ലേഖ സ്വയം ജീവിതം അവസാനിപ്പിച്ചു എന്ന് വേണം കരുതാൻ. നഗരപ്രാന്തത്തിലുള്ള ഒരു വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലേഖയുടെ ജഡം കാണപ്പെട്ടത്. കേരളത്തിലെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് മദ്രാസിലെത്തി സിനിമാരംഗം പിടിച്ചടക്കിയ ഈ പെൺകുട്ടിയെ അകാല ദുരന്തത്തിൽ എങ്ങനെ എത്തിച്ചു എന്നറിയാനുള്ള അന്വേഷണത്തിന്റെ ഫലമാണ് ഈ ചിത്രം. ടാക്സിക്കാരോട് പറഞ്ഞാൽ മതി, അവർ കൊണ്ടുചെന്ന് വിട്ടോളൂ. പീപ്പിൾസ് ലോഡ്ജ് മറക്കുവോ? പീപ്പിൾസ് ലോഡ്ജ് മറക്കില്ല. ഒന്ന് തീർത്ത് പറ കുറുപ്പേ, മദ്രാസിലേക്ക് ഞങ്ങൾ വരണം. ദേ കിടക്കുന്നു. ഇതുവരെ പറഞ്ഞത് എന്താ? ഓ മതി, ഒരുക്കം കണ്ടാ നിങ്ങളാ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് തോന്നുമല്ലോ. കുളിച്ചാലൊന്ന് മുടി ചെയ്യണ്ടേടി. TG കുറുപ്പ് എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിക്കുക. വെളിയിലെ മനുഷ്യരുണ്ട്. എടി അവർ തമിഴന്മാരാ. തമിഴന്മാരാണ് ഒന്നാം മനുഷ്യ. അത് മുനിഷി സാറിന്റെ വ്യാകരണം പറഞ്ഞു കളിപ്പിക്കാൻ കുറെ പാടാ. ഞാൻ ശ്രമിച്ചു നോക്കാം. ഓ ഇങ്ങനെ ഒരു ഉടക്ക്, എന്ത് പറഞ്ഞാലും ഉടക്ക. നീ വേഗം കുളിച്ച് ഡ്രസ് മാറുമോളെ. ഇത് നമ്മുടെ മുണ്ടാമ്പറമ്പല്ല, മദ്രാസാ. എപ്പോഴാ ആരെങ്കിലും ഓടിക്കേറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നാ ചെല്ലേ. എവിടെ നോക്കിയാലും ഉഗ്രം ബംഗ്ലാവുകൾ. റോഡിലേക്ക് ഇറങ്ങിയാലോ കൊട്ടാരം പോലെയുള്ള കാറുകളല്ലേ അങ്ങനെ ചീറി പാഞ്ഞു പോകുന്നത്. എല്ലാ സിനിമാക്കാരുടേതായിരിക്കും അല്ലേ? പിന്നെ അല്ലാണ്ട് മദ്രാസ് എന്താ സിനിമാക്കാരുടെ പട്ടണമല്ലയോ? സ്വർഗമല്ലയോ സ്വർഗം. സിനിമയിലൊന്ന് കടന്നു കൂടിയോ പിന്നെ നോക്കണ്ട, നേരെ ഒരു കയറ്റമാ മേലോട്ട്. പക്ഷെ ഒന്ന് കടന്നു കിട്ടിയിട്ട് വേണ്ടേ? അതിനവിടെ ചെല്ലാതെങ്ങനെയാ? സംശയിക്കേണ്ട പണിക്കരെ, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. പെണ്ണിനെ സിനിമയിൽ ചേർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നല്ല പ്രായം, കാണാനും കൊള്ളാം. ഇവൾ ഒന്നാന്തരമായിട്ട് ഡാൻസ് ചെയ്യും കുറുപ്പേട്ട. ഭരതനാട്യത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന്. പോരെ, പിന്നെ സിനിമയിൽ കയറാൻ വേറെ എന്ത് വേണം? SSLC ജയിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഇല്ലേ? നമ്മുടെ തമിഴ് വലിയ താരം കനകാംബികയില്ലേ, അക്ഷരം കൂട്ടി വായിക്കാതിന് അറിയത്തില്ല. അവളുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് കുറ്റാലം വെള്ളച്ചാട്ടമുണ്ട്, അറിയാവോ? നേരാണോ കുറുപ്പേട്ട? പിന്നെ ഞാനെന്തിനാണോ പറയുന്നത്? കുറ്റാലത്ത് പോയി ഫോട്ടോ എടുക്കൊണ്ട് വന്നു. എന്നിട്ട് അതുപോലൊന്ന് അവളുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഉണ്ടാക്കിച്ചു. മോട്ടോർ വെച്ചാ കിണറ്റിന്ന് വെള്ളം മേലോട്ട് അടിച്ചു കയറ്റുന്നത്. മുറ്റത്ത് നിന്നുകൊണ്ട് കുറ്റാലത്ത് കുളിക്കുന്നു. പണത്തിന്റെ മുഷ്കേ.
കണ്ടു. എന്നിട്ട് എവിടെ? കണ്ടതൊക്കെ കൊണ്ടുവരാനൊക്കൂ. പട്ടണം കണ്ടു, കുറുപ്പിനെ കണ്ടില്ല. നിങ്ങൾ എവിടെ അന്വേഷിച്ചത്? കുറിച്ച് എന്നിടത്ത് എന്നെ അന്വേഷിച്ചു. കുറുപ്പെന്നൊരാളെ പറ്റി അവരാരും കേട്ടിട്ട് പോലുമില്ല. അവൻ കള്ളനാണെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. ആണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് ഭാഷ ആവശ്യമില്ല അനിത. നേരം എടുത്തോട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അതെ, ഇതിന്റെ മുണ്ടാമ്പറമ്പല്ല. ആരാ നോക്ക്. അത് പറ. ഞാനും മോള് ഒരുമിച്ച് ആവേശം കണ്ടത്. അതിൽ എന്ത് വേഷമായിരുന്നു മോളെ? ഉപനായകൻ. അങ്ങനെയൊന്നുമില്ല, നായകന്റെ ഒരു കൂട്ടുകാരൻ അത്ര. പക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി കേട്ടോ. എന്റെ വേഷം ചെറുതായി പോയത് കൊണ്ടാണോ? പഴയ സഹദേവനൊന്നുമല്ല, വലിയ വലിയ റോളുകൾ അഭിനയിക്കുന്ന തിരക്കുള്ള നടനാ. വെറുതെയാ, ചില ചെറിയ വേഷങ്ങളൊക്കെ കിട്ടാറുണ്ട്. എന്നെങ്കിലും ഒരു നല്ല വേഷം കിട്ടുമെന്ന പ്രതീക്ഷയിൽ മദ്രാസിൽ അങ്ങനെ തങ്ങുന്നു. നുങ്കുമ്പക്കത്തൊരു ലാഡ്ജിൽ. சார், என்னம்மா? மலையாளம் தெரிஞ்சதுமா? என்ன வேணும்னு சொல்லுங்க. மலையாளத்திலிருந்து மദ്രാസിல் வந்த சினிமா நடிக்கிற சகதேவன் இருக்கா? சகாதேவனா? டே பையா, ரூம் நம்பர் 16 ஆள் இருக்கா பாரு. ஒரு அம்மா தேடி வந்திருக்காங்க, வர சொல்லு. நீங்க அப்படி போய் கொஞ்சம் உட்காருங்கம்மா. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അന്നൊരു ദിവസം കുറുപ്പിനോടൊന്നിച്ച്. ഓ, ഇപ്പോഴോർക്കും. ക്ഷമിക്കണം, ഇരിക്കും. വിശേഷിച്ച് മദ്രാസിയിൽ വന്നാൽ സിനിമയിൽ റോള് വാങ്ങിച്ചു തരാമെന്ന് കുറുപ്പ് പറഞ്ഞിരുന്നു. അതിന് വന്നതാ. ഈ പ്രായത്തിൽ ഇനി സിനിമാഭിനയം വേണോ? അയ്യോ, എനിക്കല്ല, മോൾക്ക, ശാന്തമ്മയ്ക്ക്. അവരച്ഛനും മോള് ലോഡ്ജിലുണ്ട്. ഞാൻ കുറുപ്പിനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. അയാൾ എവിടെയാ താമസം? അയാൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അയാൾ എന്റെ അടുത്ത പരിചയക്കാരൊന്നുമല്ല. അന്നൊരിക്കൽ യാദർച്ഛ്യമായിട്ട് നാട്ടി വെച്ച് കണ്ടു. നിർബന്ധമായിട്ട് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അയാൾ ഇപ്പൊ ജയിലില്ല. ജയിലിലോ? അയാൾ പെൺവാണിപ്പക്കാരുടെ ഏജന്റാണ് സാറേ. ഏതോ കേസ് പിടിച്ചു. ചതിച്ചോ ദൈവമേ? ഏതായാലും ചതിച്ചില്ല. ഇവിടെ വന്ന് അയാളുടെ പിടിയിൽ പെടാതിരുന്നത് ഭാഗ്യം. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? ഒന്നും ആലോചിക്കാനില്ല. വേഗം നാട്ടിലെത്താൻ നോക്ക്. അയ്യോ, അങ്ങനെ പറയരുത്. പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നു പോയില്ലേ. അതിരിക്കട്ടെ, ചായ പറയട്ടെ. എനിക്കൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി. അത് നന്നായി. എന്റെ കാര്യം തന്നെ ഇവിടെ ജാമ്യത്തിലാണ്. നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിനിമ പിടിക്കുന്ന ആരെങ്കിലും ഒക്കെ കണ്ടു നോക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ ഫലിച്ചേക്കാം. ഞങ്ങളെ അവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. പെണ്ണുങ്ങളെ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഏർപ്പാട് എനിക്കിഷ്ടമല്ല. ഞാൻ വേണമെങ്കിൽ കുറെ പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും അഡ്രസ് തരാം. നിങ്ങൾ തന്നെ ഒന്ന് സമീപിച്ചു നോക്ക്. എന്താ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടെന്നാ? നാട്ടിൽ നിന്നാ. വന്നിട്ട് 2-3 ദിവസമായി. കാര്യം പറയൂ. സാറിന്റെ പുതിയ പടത്തിൽ ഒരു വേഷം കിട്ടിയാൽ. ആർക്ക്? എന്റെ മോൾക്ക്. അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ വിചാരിച്ചാലേ നടക്കും. സാറ് പറഞ്ഞ അവര് കേൾക്കും. എന്നാര് പറഞ്ഞു? എല്ലാരും പറയുന്നു. ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോയോ? ആ, ഫോട്ടോ, പടം. അത് കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. 2-3 ദിവസത്തിൽ പടമൊക്കെ എടുത്ത് അതുമായി പ്രൊഡ്യൂസറെ ചെന്ന് കാണും. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് കാണട്ടെ. ഡാൻസ് അറിയാമോ? അറിയാം. ഡാൻസിന് ഇവർക്ക് ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓഹോ. ആ കാലൊന്ന് കാണട്ടെ. സിനിമയിൽ ഡാൻസ് ചെയ്യുന്ന കാലുകൾക്ക് നല്ല ഭംഗി വേണം. ആ, തരക്കേടില്ലെന്ന് തോന്നുന്നു. ആട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വേഷത്തിന് പറ്റുമോ? ആ, ഒപ്പിക്കാം. ഏത് വേഷവും എന്റെ മോൾ അഭിനയിക്കും. ഒന്ന് അഭിനയിച്ച് കാണിച്ചു. അതൊക്കെ ഡയറക്ടർ വന്നിട്ട് മതി. ഞങ്ങൾ പ്രൊഡ്യൂസർമാരല്ലേ, ഞങ്ങൾക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. പിന്നെ ചാൻസ് തന്ന ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം തരും? ഞങ്ങള് പാവങ്ങളാ. പറയുന്നത് മുഴുവനും കേൾക്കൂ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങളും ചെയ്യണം. അതെ, നിങ്ങളുടെ സഹായത്തിനാണ് മുതൽ മുടക്കമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സാരമില്ലെന്നേ. മകൾ കരപറ്റുന്നവരെ ഒന്ന് കണ്ണടച്ച് കളയണം, അത്ര തന്നെ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ചടങ്ങാ, അല്ലാതെ പുതിയ കാര്യമൊന്നുമല്ല. എന്തു പറയുന്നു? പോകാം മോളെ.
இந்த பர்மா புதுமுகங்களை போட்டு பரீட்சை பண்ண நாங்க தயாரா இல்லை. நான் பணம் இன்வெஸ்ட் பண்றது பணம் சம்பாதிக்கிறதுக்கு தான். இந்த கலையாவது மண்ணாங்கட்டியாவது எனக்கு தேவை பணம். ഇങ്ങനെ പറഞ്ഞ പുതുമുഖങ്ങൾക്ക് ഒന്ന് കടന്നു വരണ്ടേ മുതലാളി? அதுக்கு வேற ஆள் இருக்காங்க. படம் எடுத்து முடிக்கிறதுக்கு கூட அவார்டு கிடைக்கிறதுக்கு சில நிமிஷம் பண்ணுவாங்க. அதுக்கு அவங்களுக்கு திறமை இருக்கு. நீங்க அப்படிப்பட்டவங்களை பாருங்க. நான் பழைய ஆளுகளை போட்டு ஏதாவது 2 சண்டை குளிக்கிற சீன் வச்சு காசு சம்பாதிக்கலாம்னு பாக்குறேன். நீ பெரிய സ്റ്റാറാണത് വാ. അപ്പൊ എന്നാലും നമുക്ക് ഊട്ടിലെ വർക്ക് തീർക്കാം, നേരത്തെ തീർക്കാം. അപ്പൊ സോങ്ങിനെ പറ്റി ഊട്ടിയിൽ എടുക്കേണ്ടത് നമുക്കിപ്പോ ഡേറ്റിലെ നമുക്ക് ഇവിടെ മദ്രാസ് വെച്ച് അങ്ങനെ ചെയ്യാലോ. അത് ശരി, ചെല്ലാൻ പറഞ്ഞു. സാർ, ചാൻസലല്ലേ? അതെ, എന്റെ മകളാ ശാന്തമ്മ. അതിന് ഞാൻ മാത്രം പറയണോ? ചേട്ടാ, നാട്ടിൽ നിന്നെന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് പകരം സിനിമ എന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് വന്നേക്കും. വരുന്നവർക്കെല്ലാം ഇവിടെ സിനിമ തുറന്നു വെച്ചോണ്ടിരിക്കുകയാണോ? പോണം, എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. നിങ്ങൾ എവിടെ താമസം? പീപ്പിൾസ് ലോഡ്ജിലാ. ഡയറക്ടറെ ആള് മഹാശുദ്ധനാ, പക്ഷെ ജോലി ചെയ്യുമ്പോ ഭയങ്കര ചൂടാ. തണുത്തിരിക്കുമ്പോ പോയി കണ്ടാ മതി, ചാൻസ് തരും. ഞാനും പറയാം. നമ്മളാരാ? ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പോൾരാജ് എന്ന് പറയും. ഞങ്ങൾക്കിവിടെ പരിചയക്കാരും ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയൂ. പറയാന്ന് പറഞ്ഞല്ലോ. വേറെ എവിടെങ്കിലും കൂടി ചാൻസ് ഉണ്ടാക്കി തരാമോ നോക്കട്ടെ. വലിയ ഉപകാരം. പീപ്പിൾസ് ലോഡ്ജിൽ ഏതാ റൂം നമ്പർ? 16. കുട്ടിയുടെ പേരെന്താ? ശാന്തമ്മ. എനിക്കിത് വരണവടി. നിന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ തൊഴിക്കണം. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നായി പറയുന്നത്? എന്ത് പറ്റിയെന്നു? നീ കാലത്തെ പെണ്ണിനെയും കൊണ്ട് തെണ്ടാൻ വന്നു. ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കിരിക്കണ്ടേ? നിങ്ങളെ കൊണ്ട് കൊള്ളാമായിരുന്നെങ്കിൽ ഞാൻ ഈ നടപ്പ് നടക്കണോ? നിങ്ങൾ പോയാ പോരെ? ഓ, ഇനി എന്നെ ഇറക്കാനുള്ള ശ്രമമാണല്ലേ? അത് വേണമെന്ന് തന്നെ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഭാഷ അറിയാമോ? ഇതൊന്നുമില്ല. കാണാറയത്ത് വന്നിരുന്നു സിനിമ കണ്ടെന്നു. കുറെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം, അല്ലാതെ ഒന്നും കയറി പറ്റാൻ കഴിയില്ല. എന്തായാലും ഇനി എനിക്ക് വയ്യ. വെളുക്കുമ്പോ മുതലുള്ള ഈ നടപ്പ് നാണക്കേട്. ഒരു കര പറ്റുന്നത് വരെ കുറെ നാണക്കേടൊക്കെ സഹിക്കണം. അന്നേ ഞാൻ എതിരായിരുന്നു. നീ കേട്ട മോളെ, ഇവൾ എന്നെ അനുസരിച്ചില്ല, കുറുപ്പിനെ അനുസരിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമുക്കിനി സിനിമയൊന്നും വേണ്ടമ്മേ. എങ്ങനെയെങ്കിലും നാട് പിടിച്ചാൽ മതി. നാട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാലേ ടിക്കറ്റ് വാങ്ങാൻ പൈസ വേണ്ടേ? മുറിവാറ കൊടുക്കാനുള്ള പണമേ ബാക്കിയുള്ളൂ. 3 ടിക്കറ്റ് വാങ്ങാനുള്ള പൈസ എന്തെങ്കിലുണ്ട്. ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. 4 പവന്റെ ഒരു മാല ഉണ്ടായിരുന്നതും വിറ്റ് തൊലച്ചു. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? താനുണ്ടാക്കി തന്നൊന്നുമല്ലല്ലോ. ആയിക്കോട്ടെ, അത് നിന്റെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് വിറ്റ് ചുട്ട് വണ്ടിക്കാർക്കും ഹോട്ടലുകാർക്കും കൊടുക്കണമായിരുന്നു വിശാലാക്ഷി. മുറിവാടക വാങ്ങാൻ വന്നതായിരിക്കും. നമസ്കാരം. മനസ്സിലായില്ലേ? വരൂ വരൂ. കേട്ടേച്ചി, ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ. ഇദ്ദേഹം ആരാ? ശാന്തമ്മയുടെ അച്ഛനാ. നമ്മളാരാ? അത് സൗകര്യം പോലെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. കേട്ടേച്ചി, ഒരു പുതിയ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സബ്ജക്ട് കയ്യിലുണ്ട്, ഫസ്റ്റ് ക്ലാസ്. പടം ഞാൻ തന്നെ ഡയറക്ട് ചെയ്യണമെന്ന് പുള്ളിക്കാരിൽ നിർബന്ധം. ഞാൻ സമ്മതിച്ചു. പടത്തിലെ ഹീറോയിൻ ആരാ? ആരാ? ശാന്തമ്മ. കണ്ടത് മുതലേ ശാന്തമ്മ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കഥ കൂടെ വായിച്ചു കഴിഞ്ഞപ്പോ ഹീറോയിൻ ശാന്തമ്മ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. എന്താ പ്രശ്നമായി? അയ്യോ, എന്ത് ചോദ്യമാണിത്? കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. വേറൊരു കാര്യം, ഈ ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഒരു 3 മാസം താമസമുണ്ട്. അതുവരെ ഈ ഹോട്ടൽ വീട്ടിൽ താമസിക്കണമെന്നുണ്ടോ? അല്ലാതെ പിന്നെ എവിടാ താമസിക്കുന്നത്? അപ്പം കോടമ്പാക്കം കോട്ടയിലേക്ക് മാറാം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ കുടിലെന്ന് പറയുന്നത് കോടമ്പക്കത്ത് കോട്ടാച്ച. അപ്പൊ താമസം കോടമ്പാക്കം കോട്ടയിലാണെന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന് താമസിക്കുന്നു എന്നർത്ഥം. ടിക്കറ്റിനുള്ള കാശ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിപ്പോ ഇവിടെ എഴുന്നള്ളിക്കണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, വീടിന് അഡ്വാൻസ് വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? അതാണ്. അത് സാരമില്ല, അഡ്വാൻസ് കൊടുത്ത് കോട്ടയിലുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. എന്റെ പടത്തിലെ ആദ്യത്തെ ഹീറോയിൻ അല്ലേ?
നമ്മൾ സ്വന്തക്കാരല്ലേ, തൊഴേണ്ടത് തന്നെയല്ല ഇദ്ദേഹത്തിനെയാണ്. ഇതാണ് VS കൊരട്ടൂർ, ഫിലിം ജേർണലിസ്റ്റ്. എന്നുവെച്ചാൽ സിനിമയുടെ രക്ഷാധികാരി. കേട്ടിട്ടില്ലേ? ഇദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫർ. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തുവാകാം അല്ലേ? ആയിക്കോട്ടെ. കേട്ടോ? വേഗം ചെന്ന് ചായ വാങ്ങിച്ചോണ്ടോ. നല്ല ചായ തരണമെന്ന് പ്രത്യേകം പറയണം കേട്ടോ. ആരാ ഇത്? ഞാൻ തന്ത. തന്ത സിനിമയിൽ ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഇവിടെ ആവശ്യം അങ്കിളാ, അങ്കിൾ. ഞാൻ മിസ്റ്റർ കൊരട്ടൂരിനെ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെടുത്തിയില്ല. സത്യത്തിൽ ഇവിടെ ഉള്ളവരുടെ എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിൽ മിസ്റ്റർ കൊരട്ടൂരിന്റെ ഇന്റർവ്യൂവും ലേഖനങ്ങളുമാണ്. എനിക്കതൊന്നും ഒരു കാര്യമല്ല. പക്ഷെ അഹങ്കാരം കാണിക്കാൻ പാടില്ല. ഈ വളർത്തി വിട്ടു വരുമ്പോൾ ഒരുപാട് അഹങ്കാരം നന്ദികളൊക്കെ ഉണ്ട്. അങ്ങനെ വേണ്ട അപ്പൊ തർക്കും. മിസ്റ്റർ കൊരട്ടൂരിന്റെ ഒറ്റ ലേഖനം മതി ഉയരാൻ. അതെ, താഴെ പോകാനും ഒന്ന് മതി. ചുരുക്കത്തിൽ നിഗ്രഹാനന്തര ശക്തിയുള്ള ഒരു സാക്ഷാൽ പത്രപ്രവർത്തകനാണ് ശ്രീ കൊരട്ടൂർ. കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? ലോഡ്ജ് പോയിട്ട് സംഘടിപ്പിക്കാം. ഏറ്റാശാനെ ഏറ്റാ മതി. പോൾരാജ് മദ്രാസിൽ വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ഇല്ലാതായപ്പോ ഞാൻ ഇയാളെ അസിസ്റ്റന്റ് ഡയറക്ടറായി. ഇപ്പൊ ഡയറക്ടർ ആകാൻ പോകുന്നു. അടുത്ത ലക്കത്തിലേക്ക് അത് കലക്കിയിട്ടുണ്ട്. ഡയറക്ടർ പോൾ രാജിന്റെ 7 ചിത്രങ്ങൾ. 7 എന്താ എണ്ണം കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. ഒരു സംശയം വേണ്ട. ഒരുപാട് ഉടനെ ഇറങ്ങാൻ പോകുന്ന തീർച്ചയാണ്. അതെ, ബാക്കി 6 ആലോചന ഇരിക്കുന്നു. എന്താ ആലോചിക്കാൻ പാടുന്ന നിയമമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഒന്ന് ചുമ്മാ ഇരിക്കും പോൾരാജ്. സിനിമയിലെ പത്രപ്രവർത്തനെ കുറിച്ച് VS കൊരട്ടൂരിനെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. നമുക്ക് തുടങ്ങല്ലേ? എന്താ കൊരട്ടൂരിന് ശാന്തമ്മയുടെ കുറച്ച് ഫോട്ടോ എടുക്കണം. അയ്യോ പിന്നെന്താ, എടുത്തോളൂ. ഈ പരസ്യത്തിന് ആവശ്യമുള്ള പടങ്ങളൊക്കെ അങ്ങനെ എടുക്കും. അതിന് മറ്റൊന്നും വിചാരിക്കരുത്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. എടുത്തു. ഈ സിനിമാ നടികളുടെ ശരീരത്തിൽ ജൗളിയില്ല എന്ന് പറഞ്ഞാൽ വേളം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അവർക്കും കവറടിക്കാൻ വേണ്ടി ജൗളി ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞ തന്നെയാ. എല്ലാം വെറും കച്ചവടം. പാവം ജനം എന്തറിയുന്നു. എടുത്തു. ഇവിടെ പോകും. ഓക്കെ, കടിക്കേ അങ്ങോട്ട് ശരിയാ? റെഡി? വിഷമിക്കേണ്ട കുട്ടിയെ പണം എടുക്കാനുണ്ട്. മതി. ഈ പടങ്ങളൊക്കെ കിട്ടി ഞാനൊരു കലക്കം കലക്കേക്കാം. നേരെ കയറിയൊക്കെ പോയച്ചാ മതി. നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ അതൊക്കെ ഞാൻ കാഴ്ചയേക്കാം. പിന്നെ ഒരു കാര്യം, ഈ ശാന്തമ്മ എന്നുള്ള പേരൊന്ന് മാറ്റി. ഈ പേര് സിനിമാറ്റി അല്ല. നാട്ടിൽ നിന്ന് പോരുമ്പോഴേ പേര് മാറ്റിക്കൊണ്ട് പറഞ്ഞെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. നീ കേട്ടോടി മോളെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഒരു പേര് പറയട്ടെ. ശാന്ത വിശാലം. നല്ല പേരല്ലേ? കൊള്ളാം. പേരിന് അർത്ഥമുണ്ട്, കൂടെ അമ്മയുണ്ട്. ശാന്ത വിശാലം. വിശാല ശാന്തം പോടുന്നു സാർ. മുതല വന്ന് അമ്മ തന്നെ. നിങ്ങൾക്ക് ഒരു ചുക്ക് അറിയാൻ പാടില്ല. ഞാൻ ഈ നദികൾക്ക് പേരിടുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആരാധകർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരായിരിക്കണം. എന്നാ ആശാന്റെ പേരിട്. ഇടട്ടെ. ലേഖ. നല്ല പേര്. പിന്നെ ലേഖയ്ക്ക് വയസ്സെത്രയായി? അയ്യോ സാറേ, ഇവള് കൊച്ച. എന്നാലും ലേഖനം എഴുതുമ്പം വയസ്സ് വെക്കണ്ടേ അല്ലേ? അവക്ക് അങ്ങനെ വയസ്സൊന്നും ഇല്ല. അതുകൊള്ളാം. ലേഖയ്ക്ക് വയസ്സില്ലെന്ന് ഞാൻ നോക്കൂ. എത്ര വയസ്സ് വെക്കണമെന്ന് പറ. 15, 16, 17. അയ്യോ അങ്ങോട്ട് പോകണ്ട കേട്ടോ. എന്നാ പിന്നെ നടുക്ക് കിടക്കട്ടെ. 16. ലേഖയുടെ ഹോബി എന്താണ്? എന്നുവെച്ചാൽ കൂടുതൽ താല്പര്യമുള്ള വിനോദം എന്നർത്ഥം. എന്താടി മുളമിന്റെ താല്പര്യം? എനിക്കറിയില്ല. എന്നാ കഥയും കവിതയും തട്ടിയേക്കാം. സാഹിത്യരംഗം. അയ്യോ റമൻ, ആരെങ്കിലും ചോദിച്ചാൽ കഥയും കവിതയും വായിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പോലെ. ഇയാളാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ബാക്കിയൊക്കെ ഞാൻ തട്ടിയേക്കാം. പോകാൻ പോലെ. ഞാൻ പറയാൻ വെച്ചേക്കാം. ഓ നിങ്ങൾ സ്വന്തക്കാരാണ്. ശാന്തമ്മ ഇവല്ല ലേഖ രക്ഷപ്പെട്ടത്.
കൊരട്ടൂരിന്റെ ലേഖനവും കൂടെ കുറെ ഫോട്ടോയും വന്നാൽ പിന്നെ നോക്കണം. എല്ലാം കുഞ്ഞിന്റെ സഹായ. ഈ സഹായം ഞങ്ങൾ മറക്കില്ല. ആ, ഇനി നമ്മുടെ സ്വന്തം കാര്യം. അടുത്ത ബുധനാഴ്ച നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ വരും. ലേഖ അവരെ കാണാൻ പോകുമ്പോ നല്ല ഡ്രസ്സിലൊക്കെ പോകണം. പടത്തിലെ ഹീറോയിനാ. അതിനിപ്പോ ഓ, പുതിയ ഡ്രസ്സ് വാങ്ങാൻ കാശില്ലെന്നായിരിക്കും. സാരമില്ല. അത് തന്നെയല്ല, പ്രൊഡ്യൂസർ വരുമ്പോ 5000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചുതരാം. കഴിഞ്ഞു. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ലേഖ പടത്തിൽ കാലെടുത്ത് വെക്കുന്നത് ഹീറോയിനായിട്ടായിരിക്കണം. അതെന്റെ ഒരു തീരുമാനമാണ്. വരട്ടെ ചേച്ചി, കൊരട്ടൂർ വഴി കാത്തു നിൽക്കും. കൊണ്ടുപോയി സൽക്കരിക്കണം. കേട്ടല്ലേ? ഇത്രയും നല്ല മനുഷ്യരുണ്ടോടി മോളെ സിനിമയില്? കണ്ടപ്പോഴേ എനിക്ക് തോന്നി നല്ല ആളാന്ന്. അവരൊക്കെ പോയോ? ഇല്ല, പോയില്ല. അവർക്ക് ചായ മേടിക്കാൻ പോയ ആളാ. എവിടെയായിരുന്നു ഇതുവരെ? ഇനി എവിടെ ചെന്നിട്ടും ചായയില്ല, കാപ്പി മാത്രമുണ്ട്. പിന്നെ അവസാനം ഒരിടത്തുനിന്ന് കിട്ടി. ഈ വേല വിശാലത്തിന് മനസ്സിലാകില്ലെന്ന് കരുതണ്ട കേട്ടോ. ചായ മേടിക്കാൻ വിട്ടതിലുള്ള പ്രതികാരം. സ്വന്തം മകളോട് പോലും സ്നേഹമില്ലാത്തൊരു ശത്രു. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. അന്ന് ആദ്യമായി ലേഖ കണ്ടില്ലേ? ആ നിമിഷം ലേഖയുടെ മനസ്സിലേക്ക് ഓടിക്കയറിയതാണ്. അതിനുശേഷം രാവും പകലും ലേഖ എന്നോട് ഒന്നിച്ചുണ്ട്. എന്നെ കണ്ടപ്പോ ലേഖയ്ക്ക് എന്തെങ്കിലും തോന്നിയോ? ഇത് കഴിഞ്ഞ ജന്മത്തിലെ പരിചയമാണ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആത്മബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല. ലേഖയ്ക്ക് എന്ത് തോന്നുന്നു? പറയും, എന്ത് തോന്നി? എനിക്കറിയാൻ വയ്യ. ഇത് ഒരുതരം ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മൾ ഈ പട്ടണത്തിൽ വെച്ച് കണ്ടുപിടേണ്ട വല്ല കാര്യമുണ്ടോ? ലേഖ എന്റെ മുഖത്തേക്ക് നോക്ക്. എനിക്ക് ലേഖ ഇഷ്ടമാണ്. ലേഖയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? ഇഷ്ടമല്ലെങ്കിൽ അത് ധൈര്യമായി പറയൂ. പറയൂ, പറയൂ. ഇഷ്ടമാണ്. എന്നാൽ ദൈവനിശ്ചയം തെറ്റിക്കണ്ട. എന്റെ സിനിമ റിലീസാകുന്ന അന്ന് നമ്മുടെ വിവാഹം. എന്താ, സമ്മതമാണോ? അറിയാം, സമ്മതമാണോ? എന്നാൽ എല്ലാം മംഗളം. സുന്ദരമായ കടൽ തീരം, മനോഹരമായ സായം സന്ധ്യ. നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പോകുന്ന വഴിക്ക് നോക്കെന്റെ റൂമിൽ കയറിട്ട് പോവാം, അല്ലേ? അയ്യോ, നേരെ ഉരുട്ടി തുടങ്ങി. അമ്മ ചിലപ്പോ എന്താ എന്റെ പറഞ്ഞേ വരുന്നത്? ഇതൊന്നും ഇടാവോ? വേണ്ട, വീട്ടിൽ പോയിട്ട് മതി. അതെന്താ, ഞാൻ സഹായിക്കാമല്ലോ. അയ്യോ വേണ്ട. ലേഹ ആദ്യമായിട്ട് മാക്സിഡല്ലേ? അത് ആദ്യം കാണുന്നത് ഞാനായിരിക്കണം. അതുകൊണ്ട് പറഞ്ഞതാ. ഒരു ചെറിയ സ്വാർത്ഥത, അത്രേ ഉള്ളൂ. ഇത്ര നാണിക്കാതിരിക്കുന്നു. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ബ്ലൗസിന്റെ മോളുകൾ ഇട്ടാ ശരിയാവില്ല.
മനസ്സിലേട്ടാ എന്താ ഇരുത്തിയായിരിക്കണ്ടേ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചാണ്. ഞാൻ ഒരു ദിവസം സൗകര്യം പോലെ ഇങ്ങോട്ട് വരാം. നമുക്ക് വിശദമായിട്ട് ഈ മദ്രാസ് പട്ടണം മുഴുവൻ ഒന്ന് ചുറ്റിയിടന്ന് കണ്ടുകളയാം. ഓ, കണ്ടത് തന്നെ ധാരാളം. ഇനി എന്തോന്ന് വിശദം? എന്തായി കേറുന്നില്ലേ? ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ആ, നമ്മുടെ പ്രൊഡ്യൂസർമാരെ ടെലഗ്രാം വന്നിരുന്നു. അവരുടെ വന്നുള്ള റൂം എടുക്കും, എന്നിട്ട് വരെ പറയിക്കും. അപ്പൊ ഞാൻ വരാം. ആ, വരട്ടെ. ആ. മറ്റോ കേട്ടാ. എന്താ ഇത്ര താമസിച്ചത്? കടപ്പുറത്ത് പോണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ പോയി പോൾരാജിന്റെ മുറിയിൽ പോയോ? പോയോ മോളെ? വയറിന് വന്നോളൂ. വരൂ. നമസ്കാരം. നമ്മുടെ പുതിയ ഹീറോയിൻ അല്ലേ? അതെ, ഇരിക്കെ. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ. ഇത് ഞാൻ ചന്ദ്രന്റെ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരു അഭ്യുദയകാംക്ഷി. നമ്മുടെ കഥാപാത്രത്തിന് യോജിച്ച കുട്ടി. പോളിന്റെ സെലക്ഷൻ കൊള്ളാം അല്ലേ മിസ്റ്റർ രാമപുത്രൻ? പോളിനെ സമ്മതിച്ചിരിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കേട്ടപ്പം എന്റെ മനസ്സിൽ തോന്നിയ അതേ മുഖം. ഞങ്ങളുടെ ഭാഗ്യം. വാസ്തവം, ചന്ദ്രന് പടമെടുക്കാൻ തോന്നുന്നതും ഇങ്ങനെ ഒരു കഥ തെരഞ്ഞെടുത്തതും എല്ലാം ഈ കൊച്ചിന്റെ ഭാഗ്യമാണ്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ചന്ദ്രന് പടം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കോടീശ്വരന്റെ കോടീശ്വരനല്ലേ. എസ്റ്റേറ്റ് ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, എന്ന് വേണ്ട പണം വാരി കൂട്ടാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നിയത് അത് ഞങ്ങളെ പോലെ കല കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഭാഗ്യം അല്ല. എന്താ അതൊക്കെ പോട്ടെ, കഥാപാത്രത്തെ കുറിച്ചെല്ലാം കുട്ടികൾ സംസാരിച്ച പോലെ. ഇല്ല, ഇവിടെ വന്നിട്ട് സംസാരിക്കാന്ന് വെച്ചു. അയ്യെങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കും. പ്രൊഡ്യൂസറും ഡയറക്ടറും കഥാനായകനും ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തോന്ന് കാര്യം വിശാലാക്ഷി അമ്മയെ. വന്നാട്ടെ, നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് ആ. ഉം. ഇരിക്കുക. സാറിനെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ സാറേ. എന്റെ ഫോട്ടോ പത്രങ്ങളിൽ കണ്ടിരിക്കുന്നു. ഓഹോ. കുറെ കാലം നമ്മുടെ നാട്ടിൽ ഞാനൊരു മന്ത്രിയായിരുന്നു. ആ, സാറ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മഹിളാ സംഘത്തിന്റെ ബാലപാടി ഉദ്ഘാടനം ചെയ്യാൻ. അതൊക്കെ ആരോർക്കാൻ, മന്ത്രിസഭ പൊളിഞ്ഞപ്പം അതും പൊളിഞ്ഞില്ലേ. അതൊക്കെ പോട്ടെ, നിങ്ങൾ അമ്മയും മോള് മാത്രമേ ഉള്ളൂ? അവരുടെ അച്ഛനും കൂടെ വന്നു. எவ்வளவு நேரம் ஆச்சு நான் நினைக்கிறேன். அப்புறம் எனக்கு டைம் ஆகுதுல்ல, பசங்களுக்குள்ள ஸ்கூல் போகணும், ஆள்காரம் வந்துருக்கும்.
വെള്ളിത്തിരിയിലെ ഭാഗ്യം തേടി നഗരത്തിലെത്തുന്ന മറ്റനേകം പെൺകുട്ടികളെ പോലെ ആശ വെടിഞ്ഞ് അധോലോകത്തിന്റെ പിടിയിൽ ഒതുങ്ങി നഗരത്തിന്റെ മറ്റൊരു കോണിലെത്തിയിരിക്കുകയാണ് ലേഖ ഇന്ന്. ഇവിടെ ഈ ലേഖ? അതെ, ഞാനൊരു പ്രൊഡക്ഷൻ മാനേജറാണ്. എന്റെ പേര് അൻസാരി. ഇരിക്കൂ. കുറെ നാളായി നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നു എന്നറിയാം. 1-2 പ്രാവശ്യം അന്വേഷിക്കുകയും ചെയ്തു. അഡ്രസ് അറിഞ്ഞൂടായിരുന്നു. കുട്ടിയില്ലേ ഇവിടെ? ഉണ്ടല്ലോ. മോളെ, ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിലെ 3-4 പെൺകുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു. അതിന് നമ്മുടെ കുട്ടിയെ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു ചെറിയ റോളാ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല. അല്ല, ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് വലിയ റോളിൽ എത്തിയിരിക്കുന്നവരെ തുടങ്ങിയ ചെറിയ റോളിൽ നിന്നാ. ഞങ്ങൾക്കറിയാം സാർ. മോളെ കാപ്പി. അയ്യോ വേണ്ട, ഒന്നും വേണ്ട. ഈ റോളിന് നിശ്ചയിച്ചിരിക്കുന്നത് 750 രൂപയാണ്. അതിൽ 250 രൂപ അഡ്വാൻസായി ഞാനിപ്പോ തരും. ബാക്കി 500 രൂപ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മേടിച്ചു തരാം. സമ്മതാണല്ലോ? രൂപയൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ സാർ. ഇതാ, അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി. ആദ്യമായിട്ട് അഡ്വാൻസ് കിട്ടുന്നല്ലേ, മോള് വാങ്ങിക്കും. അമ്മ വാങ്ങിക്കും. ആരെങ്കിലും ഒന്ന് വാങ്ങണം. മറ്റന്നാൾ കാലത്ത് 6 മണിക്ക് റെഡി ആയിരിക്കണം. കാറ് വരും. ടിഫൻ കഴിക്കാൻ വരണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചതാ. അതുകൊണ്ട് ടിഫൻ കഴിക്കാത്ത സിനിമ തുറന്നു വേണം. ടിഫണിൽ നിന്നോ വരണം. ടിഫിനൊന്നും ഇല്ലേ? ഉണ്ട്. ഹലോ, എന്തുണ്ട്? ഇഡ്ലി, വട, പൂരി, പൊങ്കൽ, ദോശ. ഞാൻ പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട്. അവിടെ വരും. വിശാലം, ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ. ആ മത്സര റോൾ ഈ കുട്ടി പറയും. മതിയല്ലോ? കുട്ടി ഭാഗ്യവതിയാ. ആദ്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്നത് അതുകൊണ്ടാ. ഈശ്വരൻ നിനക്ക് ഐശ്വര്യമുള്ളൊരു മുഖം തന്നിട്ടുണ്ട്. നീ രക്ഷപ്പെടും കുട്ടി. ചെല്ലേ, സമയമാകുന്നു. ഡ്രസ്സിങ് കഴിഞ്ഞവരൊക്കെ ഒന്ന് പുറത്തിറങ്ങി നിന്നാട്ടെ. അമ്മ കൂടെ ഒന്ന് പുറത്തിറങ്ങി നിന്നാട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കും. സാരി നയിച്ച് അയച്ചോളൂ. വല്ലാത്ത ടെമ്പറേച്ചർ. നീ ഇപ്പോഴും ഉണ്ടോടി? ഈടെയായിട്ട് സാറ് എന്നെ ഒന്നും വിളിക്കാറില്ലല്ലോ. ഇവിടെ റോളൊക്കെ പറഞ്ഞു കൊടുത്തു. രചനയായിട്ട് ഈ കുട്ടി, അത് രമണി, ഇത് കുമുദം, അത് വത്സല.
കുമുദത്തിന്റെ റോൾ ആ കുട്ടി കൊടുക്ക്. പുതിയ കുട്ടിയാ, ഡയലോഗ് കൂടുതലുണ്ട്. കൂടുതലുണ്ടെ പഠിപ്പിക്കണം. തനിക്ക് എന്താണ് ജോലി? ഓക്കെ അപ്പോ ഇതാണ് ഫ്രണ്ടോ? നായിക അവിടെ സുഹൃല കിടക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ നായികയുടെ ഫ്രണ്ട്സാണ്. നായിക സുഹൃല കിടക്കുന്ന പറഞ്ഞ് അവരെ കാണാൻ വേണ്ടി നിങ്ങൾ വളരെ ഉത്സാഹത്തിൽ ഓടിച്ചാടി വരികയാണ്. ഓട്ടോ ചാട്ടം ഒന്നും വേണ്ടിടും. ഓട്ടോ ചാട്ടം ഒന്നും വേണ്ട, പതുക്കെ നടന്നു വന്നാൽ മാറും. മാലതിയമ്മ മേക്കപ്പ് തീർന്നില്ല. താർന്നു കിടന്നേ. അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ അയ്യോ ശ്യാമളെ, നീ തന്നെയാണ് കിടക്കുന്നത്. നിനക്ക് എന്ത് സംഭവിച്ചു? അയ്യോ ഭഗവാനെ, ഭയങ്കര ടെമ്പർ. ടെമ്പറല്ല, ടെമ്പറേച്ചർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. அம்மா, நீங்க இங்க படுத்திருக்கே, உங்க ஃப்ரெண்ட்ஸ் உங்களை பாக்குறதுக்காக வருது. அப்ப அவள் வந்து ശ്യാമളെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ആശ്വാസം തോന്നുന്നുണ്ടോ? അപ്പൊ അമ്മ പറയും കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. റെഡി സാർ. റെഡി? ബുക്ക് കൊണ്ടോ? ഇതെന്തിനാ? സ്റ്റുഡൻസ് പിന്നെ വട്ടിയിലാണ് വരുന്നത്. ഓ, സ്റ്റുഡൻസ് ആണല്ലേ. അല്ലാതെ റെഡി സാർ. അയ്യോ ശ്യാമളെ, നീയാണ് ഈ കിടക്കുന്നത്. നിനക്ക് എന്ത് സംഭവിച്ചു? ഭഗവാനെ, ഭയങ്കര ടെമ്പറേച്ചർ. ഇപ്പിലെങ്ങനെയുണ്ട്? ആശ്വാസം തോന്നുന്നുണ്ട്. ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയോ? ഇതിൽ നിന്ന് അങ്ങനെ ചില ഏർപ്പാടൊക്കെ ഇല്ലേ സാർ? അതെടുത്തിട്ട് തന്നാ മതി. കമ്മീഷൻ നിങ്ങളുടെ 750 രൂപയിൽ നിന്ന് ഞാൻ എന്ത് കമ്മീഷൻ വാങ്ങിക്കാനാ? സിനി ഫീൽഡിൽ ഒരു വെച്ചുകെട്ടാണ് കമ്മീഷൻ. തൊട്ടതിനെല്ലാം കമ്മീഷൻ. അയ്യോ സാറേ, മറ്റൊന്നും വിചാരിക്കരുത്. മറ്റെന്ത് വിചാരിക്കാന്? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് 10-15 വർഷമായി. ആരോട് ഞാൻ ഇതുവരെ കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ല. ആർക്കും പെണ്ണ് കൂട്ടി കൊടുത്തിട്ടുമില്ല. ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നു, ജീവിക്കുന്നു. വരട്ടെ. ആ പെണ്ണെ, നിന്റെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ 1-2 പ്രൊഡ്യൂസർമാരോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ചിലപ്പോ വന്നേക്കും. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ശരി. പുഷ്പ ചേച്ചി, ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതിരിക്കുമോ? നിങ്ങൾ അങ്ങോട്ടാ? വീട്ടിലേക്ക് വരൂ, കാർ കയറും, ഞാൻ കൊണ്ടുവിടാം. വരൂ. മദ്രാശി വന്നിട്ട് എന്തൊക്കെ കണ്ടു? ഏതാണ്ടൊക്കെ കണ്ടു എന്റെ മോളെ. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു. എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോയാ പോരെ? കൊള്ളാമല്ലോ, പഠിച്ചു പോയാലോടി മിടുക്കി. ഇനി രക്ഷപ്പെട്ട തന്നെ. അമ്മേ, ഞാനൊരു ലേഖയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓ, മനസ്സിലായി. ഇവൾ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. വരൂ. ഇരിക്കും. ഇതെന്റെ ഇളയ അനിയന ബാബു. അത് അവന്റെ മൂത്തത്, പേര് മാലിനി. ഇത് ചിത്ര, എന്റെ നേരെ ഇളയ അനിയത്തിയ. BA ഫസ്റ്റ് എന്ന് പഠിക്കുന്നു. ഇത് സരസു, SSLCക്ക് 4 തവണ തോറ്റു, പഠിത്തം നിർത്തി. മോഹൻ. ഇത് ദേവകി. ഇതാ നോക്ക്, ലേഖ അമ്മ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് വിളിച്ചതാ. മോളെ പോയി കാപ്പിയും പലഹാരമൊക്കെ എടുത്തു വെക്ക്. മക്കൾ വന്നിട്ട് കുറെ നാളായി അല്ലേ? അമ്മമാര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കെ. ലേഖ, നീ വാ, എന്റെ മുറി പോ. ലേഖയ്ക്ക് ചാൻസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇതെന്തിനാ ചേച്ചി ഇത്രയും സാരികള്? ഇതെന്റെ ഒരു ശാപമാണ് ലേഖ. എത്ര സാരി വാങ്ങിയാലും കൊതി തീരില്ല. നീ ഇത് നോക്ക്. കയറി വന്നപ്പോഴേ ഞാനിത് കണ്ടു. ഇനിയുണ്ട്. എല്ലാം വില കൂടി ഒന്നാന്തര സാരികളാ. പക്ഷെ ഒരു സിനിമയെ പോലും അവരെന്നെ സാരി ഉടുപ്പിക്കില്ല. ക്യാമറ നിർത്തിക്ക് തുണി എന്തിനാ? ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ വാങ്ങിക്കൂട്ടുന്നത്.
ഇത് കണ്ടോ? ഈ സാരി ഉടുത്തോണ്ടാ ഞാൻ മദ്രാസിൽ വന്നത്. അയൽപക്കത്തെ വീട്ടിൽ നിന്ന് തെണ്ടി വാങ്ങിയതായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്നെ പുതുപ്പിക്കണം. ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മടുത്തു കുട്ടി, യന്ത്രം പോലെ ആടി ആടി മടുത്തു. എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്നാ എന്റെ വിശ്വാസം. പക്ഷെ അവർക്ക് എന്റെ അഭിനയം വേണ്ട, ഇറച്ചി മതി. അത് കാണിച്ച് അവർ പണം ഉണ്ടാക്കുന്നു, ഞാനും ഉണ്ടാക്കുന്നു. ഒരു പടത്തിന് ഡാൻസ് ചെയ്താ ചേച്ചിക്ക് എത്ര പണം കിട്ടും? നീ ഒരു മണ്ടിയാ. സിനിമ ഡാൻസ് കൊണ്ട് മാത്രമല്ല പെണ്ണ ഞാനിതൊക്കെ ഉണ്ടാക്കിയത്. സിനിമയിൽ എന്റെ ക്യാമറ കാണുമ്പോൾ ചില കോടീശ്വരന്മാർക്ക് ലഹരി പിടിക്കും. അവര് ഹോട്ടലിൽ വരും, എന്നിട്ട് അവരുടെ കാർ ഇവിടെ എത്തും. ഞാനതിൽ കയറി പോകും, ചോദിക്കുന്ന പണം തരും. അനീവ, നമുക്ക് കാപ്പി കുടിക്കാം. ലേഖാദേവി, പ്രഭാമയീ പ്രഭാമയീ സുവർണമുഖി നിന്നെറ്റിയിലാരി സൂര്യതിലകം ചാർത്തി സുവർണമുഖി നിന്നെറ്റിയിലാരി സൂര്യതിലകം ചാർത്തി പ്രകൃതിയൊരുക്കിയ പന്തലിലാരുടെ പ്രതിശ്രുതവധുവായി നീ വന്നു 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 നീ വന്നു പ്രഭാമയീ പ്രഭാമയീ അരുമയായ നങ്കൻ മന്ത്രങ്ങൾ എഴുതിയ അഴകോലും ഒരു തങ്കത്തകിടല്ലേ നീ അരുമയായ നങ്കൻ മന്ത്രങ്ങൾ എഴുതിയ അഴകോലും ഒരു തങ്കത്തകിടല്ലേ നീ മടിയിൽ വച്ചതിലെഴും മധുരമ മന്ത്രങ്ങൾ മനസ്സിജ മന്ത്രങ്ങൾ ഉരുവിടും ഞാൻ പാടി മനസ്സിജം പാട്ട് വന്നിട്ട് പാടി മനസ്സിൽ വെരി ഗുഡ് സർ. അടുത്ത ഷോട്ട് പാടി മനസ്സിലെ മന്ത്രങ്ങൾ അതാണ് ഷോട്ട്. ആ വരണം, ഇരിക്കണം. ചേർത്തിട്ട് പാടി. വേണ്ട സർ, ഞാൻ നിന്നോളാം. വളരെ നന്നാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചില ചെറിയ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അഭിനയിക്കുമ്പോ ഈ ചുറ്റും നിൽക്കുന്നവരെ കാണരുത്, മനസ്സിലായോ? കാണാതെങ്ങനെയാ സർ? ഇവരല്ല നമ്മുടെ ഓഡിയൻസ്. ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ കയറുന്നവരാ നമ്മുടെ ഓഡിയൻസ്. അവർ ഇരുട്ടിലിരുന്നാ സിനിമ കാണുന്നത്. നമ്മൾ ഇരുട്ടിലാണെന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. ആ ഈ കുട്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സാറിനെ പോലുള്ള ഒരു മദ്രാസിലുണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുന്നതല്ലേ. സാറ് മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം. ആ വരട്ടെ, നമുക്ക് നോക്കാം. പുതിയ പുതിയ കുട്ടികൾ ഫീൽഡിലേക്ക് വരണം. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനെന്നും പുതുമുഖങ്ങളുടെ ആളാ. ഞാനിവളെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം. ആ നമുക്ക് ശരിയായി കളയാം. ഷോർട്ട് റെഡി സാർ. റെഡി, വരൂ. മടിയിൽ വച്ചതിലെഴും മധുരമ മന്ത്രങ്ങൾ മനസ്സിജ മന്ത്രങ്ങൾ ഉരുവിടും ഇവിടെ ഒന്ന് നോക്ക്. പാടി മനസ്സിജ മന്ത്രങ്ങൾ ഉരുവിടും ഞാൻ പ്രഭാമയീ മന്ത്രങ്ങൾ ഉരുവിടും ഞാൻ പാടി മനസ്സിജ മന്ത്രങ്ങൾ ഉരുവിടും ഞാൻ പ്രഭാമയീ പ്രഭാമയീ
ഒളിച്ചിന്നുമറയിലെ കാഞ്ചന കാഞ്ചിയിൽ കളിയാടും ഒരു മുത്തായിരുന്നെങ്കിൽ ഞാൻ അടിമുടി പുണരും നീ ഉടയാട തളിരിലെ ഒരു വെറുമിഴയായി ഞാൻ പടർന്നുവെങ്കിൽ സുവർണമുഖി നീ നെറ്റിയിലാരി സൂര്യതിലകം ചാർത്തി പ്രകൃതിയൊരുക്കിയ പന്തലിലാരുടെ പ്രതിശ്രുതവധുവായി നീ വന്നു നീ വന്നു പ്രഭാമയീ പ്രേം സാഗറിന്റെയും ലേഖയുടെയും ക്ലോസപ്പിനിടയ്ക്ക് ആ ഫ്ലവർ ഷോട്ട് ഇട്ടേക്കണം. സെക്സ് പോരാ എന്നൊരു തോന്നല്. ഡയറക്ടർ സാർ എഡിറ്റ് റൂമിലേക്കല്ലേ? എനിക്ക് വീട്ടിൽ അല്പം ജോലിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ചേഞ്ച് ഒന്ന് വരുത്തിയേക്കണം. 2 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പ്രൊജക്ഷൻ ഒന്നുകൂടെ കാണണം. ശരി സാർ. നിങ്ങൾ പോയി കാര്യം കയറ്. നിങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ഒരു ഓട്ടോയോ ടാക്സിയോ എടുത്ത് വീട്ടിലേക്ക് പോയിക്കോ. വേണ്ട, എന്റെ കാറി കയറിക്കുള്ളൂ. ടാക്സി കിട്ടുന്നിടത്ത് ഞാൻ വിട്ടേക്കാം. 2 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും ഇങ്ങ് എത്തുമല്ലോ. പുഷ്പ ചേച്ചി, അമ്മേ, പുഷ്പ ചേച്ചിയാ. ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, എനിക്ക് കോവിലൊന്ന് പോകാമെന്ന് കരുതി. വരുന്നു. ഏത് കോവിലാ ചേച്ചി? കരുമാരിയമ്മൻ കോവില് കേട്ടിട്ടില്ലേ? പിന്നെ മോളെയും കൊണ്ട് അവിടെ പോണോന്ന് പലരും എന്നോട് പറഞ്ഞു. എനിക്ക് വഴി അറിയില്ല. നമുക്കൊരുമിച്ച് പോകാം. എനിക്ക് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അമ്മ തന്നതാ. ആ ദേവി സിനിമക്കാരുടെ അമ്മയാണെന്ന് എല്ലാവരും പറയുന്നത്. നടികളാകാൻ വേണ്ടി ഇവിടെ വരുന്നവരെല്ലാം അവിടെ പോകും. അമ്മ അനുഗ്രഹിച്ചാൽ രക്ഷപ്പെട്ടു. ഡ്രസ് മാറി ഇരിക്കൂ, ഞങ്ങളൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. ആരാ വരുന്നുണ്ട്? വരണം. നമസ്കാരം. നമസ്കാരം. പുറത്ത് തിയേറ്റർ കണ്ടപ്പോഴേ മനസ്സിലായി പുഷ്പ അകത്ത് കാണുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൗഖ്യമാണെന്ന് അറിയുന്നുണ്ട്. എല്ലാവരുടെ അനുഗ്രഹം. എന്താ ഇവിടെ? ഞങ്ങളെല്ലാം ഒന്നല്ലേ? ഗുഡ്. നമ്മളൊക്കെ ഒന്നാന്ന് പറയും. പിന്നെ നമ്മുടെ ലേഖ ഇനി പിടിച്ച പിടികിട്ടില്ല കേട്ടോ. ശിവകുമാർ സാറിന്റെ അടുത്ത പടത്തിൽ സെക്കൻഡ് ഹീറോയിനാ. ഞാൻ ബുക്ക് ചെയ്യാൻ വന്നതാ. അമ്മയുടെ കോവിലിപ്പാൻ ഒരുങ്ങിയതേ ഉള്ളൂ. അഡ്വാൻസ് ആയിട്ട് ആള് വന്നത് കണ്ടോ? ലേഖ റെക്കമെൻഡ് ചെയ്താരാന്നറിയോ? നമ്മുടെ പ്രേം സാഗർ സാറാ. കരുമാരങ്ങ് അനുഗ്രഹിക്കട്ടെ. അപ്പോഴാണ് ഞങ്ങൾക്ക് കോവിൽ പോണം. പൊയ്ക്കോ. അഡ്വാൻസ് വാങ്ങിച്ച് ഇതിലൊരു ഒപ്പ് ഇട്ട് തന്ന് സന്തോഷമായിട്ട് പൊയ്ക്കോ. വലിയ തുകയാ. ആകെ 7500 രൂപ. 2500 രൂപ അഡ്വാൻസ്. വരും. 10,000 രൂപയോളം പ്രതിഫലം കിട്ടിയിരുന്നു. പ്രേം സാഗർ തന്നെയായിരുന്നു ഈ ഘട്ടത്തിലും അവരുടെ ഉപദേഷ്ടാവും രക്ഷാധികാരിയും. சரிம்மா, எங்கேயாவது கூப்பிட்டு பாருங்க. മോളെ, ആർക്കാ? ഹലോ, പുഷ്പ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഞാൻ ലേഖ. എനിക്ക് ഫോൺ കിട്ടി. പുഷ്പയാണല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എടി മോളെ, പുഷ്പ മോളെ, എന്ത് കഴിച്ചൂന്ന്? ഒന്നും കഴിച്ചില്ലേ? മോക്കിന്ന് ഷൂട്ടിംഗ് ഇല്ലേ? രാത്രിയിലാണോ? ഞങ്ങൾക്ക് കാലത്തെ തുടങ്ങും. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ഇനി സെറ്റിലെത്തിയിട്ടുള്ള അലച്ചിലിന്റെ കാര്യം ഓർക്കുമ്പോഴാ എന്ത് ചൂടാ മോളെ. പൊടിയാണെങ്കിൽ അതിനപ്പുറം. കൊടുക്കാം. ഹലോ, ഫോൺ കിട്ടിയപ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അല്ലേ? നീ ഷൂട്ടിങ്ങിനാണ് ഒരുങ്ങി നിൽക്കുകയായിരിക്കും. ഞാൻ വന്നിട്ട് വിളിക്കും ചേച്ചി. അയ്യോ, 1 മണിക്കൂർ ലേറ്റോ? വരൂ. സാരല്ലടി മോളെ,
നമ്മൾ ഒത്തിരി കാത്തിരുന്നിട്ടുള്ളതല്ലേ, ഇനി അവരും ഒത്തിരി ഇരിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ പറയുന്ന സമയത്തോട്ട് ഓടിച്ചെന്നാലേ വില പറഞ്ഞു പോകും. അതെ, ഗോമതിയോട് പഠിക്കും. ഒത്തിരി താരങ്ങളുടെ വീട്ടിൽ നിന്നിട്ടുള്ളതാ ഗോമതി. ഞാൻ സിനിമക്കാരുടെ വീട്ടിലേ നിൽക്കത്തുള്ളൂ. വരണം വരണം. ഞങ്ങളിതൊക്കെ വെച്ചുകെട്ടിരിക്കാന്നോട്ട് കുറെ നേരമായി. ക്ഷമിക്കണം സർ, ഒന്നും പറയണ്ട എന്റെ സാറേ. ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോ ഫോൺ പിടിപ്പിക്കാൻ ആള് വന്നു. പിന്നെ അത് പിടിപ്പിക്കാണ്ട് പോരാൻ നോക്കൂ. എത്രയാ ഫോൺ നമ്പർ? 423204 423204. 4 + 2 6, 6 + 3 9, 9 + 2 11, 11 + 4 15. 1 5 6. നിന്റെ ജനനത്തീയതി എത്രയാ? 1962 ഫെബ്രുവരി 4-ാം തീയതി. 4/2/1962. 4 + 2 6, 6 + 1 7, 7 + 6 13 + 2 15. 1 5 6. അപ്പൊ 2 6. ലക്കി നമ്പരാ, നീ രക്ഷപ്പെടും. എടികൊള്ള നിന്നെ കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന സിംഗപ്പൂരുകാരന്റെ നമ്പർ ഏതാണ്ട് ഇത് തന്നെയല്ലേ? ആ, അത് എന്റെ നമ്പർ പോലെ തന്നെയാ. ടോട്ടലി 5. മോളേത് അമ്മേ, നമ്മുടെ അച്ഛനാ. അച്ഛാ, നമ്മുടെ അച്ഛനോ? നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് കൊല്ലം കുറയായി. മടങ്ങിയവനെ മടലൊടിച്ച് തലല്ലേ വിശാലം, മഹാഭാരതം ഉണ്ടാവും. ഞാൻ മടങ്ങിയവനാ. എന്തിനാ മടങ്ങിയത്? അമ്മേ, അച്ഛൻ എപ്പോഴാ വന്നത്? രാവിലെ 11 മണിക്ക് വന്നതാ മോളെ. അകത്ത് കയറി ഇരിക്കാൻ പറ്റില്ലെന്ന് ആ സ്ത്രീ പറഞ്ഞു. അന്നേരം മുതൽ ഇവിടെ ഇരിപ്പാ. അച്ഛൻ ആരാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മോളെ. ആരുടെ തന്തയാണെങ്കിലും വെളിയിൽ ഇരുന്നാ മതിയെന്ന് ജനലിൽ കൂടെ പറഞ്ഞതല്ലാതെ കഥവ് തുറന്നില്ല. ആ, കണക്കായിപ്പോയി. ഗോമതിയമ്മേ, എന്താ ഗോമതിയമ്മേ അച്ഛനെ അകത്ത് കയറ്റത്? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കുഞ്ഞെ. അച്ഛനാണെന്ന് വരെ നേരം തുടങ്ങുന്നു. എനിക്ക് എങ്ങനെ അറിയാനാ? ഇത് സിനിമാക്കാരുടെ വീട്ടിലൊരു പതിവാ. സിനിമയിൽ ഒന്നൊന്ന് പച്ച പിടിച്ചു തുടങ്ങിയ അച്ഛനാണ് അമ്മാനാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങും. അതോർത്താ കുഞ്ഞെ ഞാൻ പറഞ്ഞത്. ഇരിക്കും അച്ഛാ. സെൽവി, നീ പോയി നാളേക്ക് വാ. അരിമാ. അതാരാ വിശാലം? ആയ. ആയോ? എന്തോ നായം? ആയമല്ല, ആയ. എന്ന് വെച്ചാ ആയ. ആ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാട്ടിലെ ഭിത്തിയിലെ മുഴുവൻ മോളുടെ പടങ്ങളാ. മോൾ അഭിനയിച്ച പടങ്ങൾ വരുമ്പോ ഒരു സന്തോഷമൊക്കെ തോന്നും. മോൾക്ക് ഇപ്പൊ വലിയ പേരാ. വെറുതെ അല്ല, കുറെ പാടുപെട്ടിട്ടാ. അന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് തിരിച്ചു പോകാൻ വലിയ വാശിയായിരുന്നല്ലോ. പോന്നിരുന്നെങ്കിലേ ഇന്ന് എങ്ങനെയായിരുന്നേനെ? ഇനി നിന്നെ ഞാൻ പുറകോട്ട് പിടിക്കുകയല്ല വിശാലം. നീ കുതിരയാ, പടക്കുതിര. നിന്റെ വാലെ പിടിച്ചോണ്ട് ഞാൻ ഇവിടെ എങ്ങാനും കഴിഞ്ഞോളാം. വല്ല പുല്ലോ വെള്ളമോ ഒക്കെ തന്നാ മതി. ഇപ്പൊ ബുദ്ധിയുണ്ടായി. ஹலோ. சௌக்கியம் தானே? வீட்டுல இருக்க? பார்ட்டி வந்திருக்கு, அவங்க ஒரு தரம் பார்க்கணுமா? குறைஞ்சது 5 ரூபாயாவது வாங்கலாம். பெரிய பார்ட்டி. ஒரு நிமிஷம். രാമയ്യനാ? പയ്യമ്മേ. രാമയ്യനോട് എന്ത് പറയണം മോളെ? പറഞ്ഞില്ലേ? அவளுக்கு நல்ல சுகம் இல்லைன்னா? சுகம் இல்லை. லேகாவுக்காக அவங்க கொச்சின்ல இருந்து பிளேன்ல வந்திருக்காங்க. 5-10 நான் கூட வாங்கி தரேன். அவங்க கோடீஸ்வரங்க. லேகாவை சினிமாவில் பார்த்துட்டு ஒரே பைத்தியமா இருக்காங்க. நான் ஏமாத்திட்டா என் பிசினஸே போயிடும். நீ போன் அவட்ட கொடு, நான் பேசுறேன். മോളെ, നിന്നോട് സംസാരിക്കണമെന്ന്.
லேகா அம்மாட்ட சொல்லியிருக்கேன், இன்னைக்கு என்ன நீ காப்பாத்தணுமா. வாக்கு கொடுத்துட்டேன், இல்லைன்னா என் மானம் போயிடும். ப்ளீஸ். ശരി, കാർ അയച്ചേക്കൂ. ആ സ്വർണ്ണക്കടക്കാരൻ ഫോൺ ചെയ്തിരുന്നു, മാലയും വളയൊക്കെ പണിത് വെച്ചിരിക്കുന്നു എന്ന്. അത് ഇത് നന്നായിട്ടുണ്ടല്ലേ മോളെ? നോക്കൂ. അതെടുത്ത്. ഇത് തന്നെയാ നമ്പർ 35 ഗീതാലയം. കഴിഞ്ഞ മാസത്തെ ടക്കക്ക് ഇതിന്റെ ഫോട്ടോയും അഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണോടാ മോനെ? അമ്മ ഇറങ്ങിക്കോ. ഇത് അമ്മയാണ്. ആരാ ഇത്? വിശാലാക്ഷി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. എല്ലാരും ഉണ്ടല്ലോ. മോളെ വിശാലം, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? 18 വർഷമായി. എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ പടിയടച്ച് പിണ്ടം വെച്ചതല്ലേ. അത് കഴിഞ്ഞ് ഇപ്പോഴാ കാണുന്നേ. എന്റെ മക്കളെ, നിങ്ങൾ അതൊക്കെ അങ്ങ് ക്ഷമിച്ചുകളാ. എനിക്ക് വയസ്സായില്ലേ? നാണുക്കുട്ടാ, ഇതല്ലോടാ ലേഖ. എന്റെ മോടെ അമ്മൂമ്മയാ ഞാൻ. മോളെ അമ്മൂമ്മ പടത്തിലേ കണ്ടിട്ടുള്ളൂ. പടത്തിൽ കാണുന്ന പോലെ തന്നെ ഉണ്ട് എന്റെ മോള്. മോക്ക് അമ്മൂമ്മ ചക്കി ഏത്തക്കായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ കിട്ടുമല്ലോ. അതൊക്കെ ഇവിടെ കിട്ടും. കിട്ടും. പിന്നെ മധുരാശി കിട്ടാത്ത എന്തുണ്ട്? ഇതൊക്കെ ആരാ വിശാല ചേച്ചി? എന്റെ അമ്മയും ആങ്ങളെയും അവന്റെ ഭാര്യയും. ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നായിരിക്കും. പിന്നല്ലാതെ ഇവരെ അന്യരാജ്യത്താക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ താമസിക്കാൻ പറ്റുമോ? എങ്കിൽ വീട്ടുകാരെ ഒരാളെ കൂടെ വെക്കണം. എല്ലാവർക്കും കൂടെ വെച്ച് കളയുമ്പോ എന്നെ കൊണ്ടാവില്ല. അപ്പൊ വേലക്കാരിയല്ലയോ? ഞാൻ വിചാരിച്ചു എന്താണോ കുട്ടാ അവരെ വിളിക്കുന്നേ, ഈ സിനിമ പടം എടുക്കുന്നവര്? പ്രൊഡ്യൂസർ. അതാന്നാ ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അളിയാ, വന്ന കാലത്തിന് ഇരിക്കാൻ പറ്റും. അളിയനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഞാൻ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചളിയാ. ഇനി ശാന്തമ എനിക്ക് ഇവിടെ എവിടെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം. വല്ല വലിയ സ്റ്റുഡിയോയിലോ മറ്റോ. അതുകൂടി മനസ്സിൽ കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ എന്ത് ജോലി വാങ്ങിച്ചു തരാൻ അമ്മ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ ജോലി കളഞ്ഞു വെച്ച് പോരണ്ടെന്ന്. ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു സഹായം നിന്നോളാം. അല്ല വിശാലം ചേച്ചി? ശരിയാ, സഹായിയുമായി അങ്കിളുമായി അതേതായാലും ഒത്തുവാ. ഗുഡ് മോർണിംഗ്. ഹലോ പുഷ്പ. ഗുഡ് മോർണിംഗ്. ഷീസ് ലേഖ. ഡയറക്ടർ സുരേഷ് ബാബു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ജോലി കഴിഞ്ഞു കേട്ടോ, ഞാൻ പോണു. ആ ചെയർ വിളിച്ചിട്ടിക്കൊണ്ടിരിക്കും. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കൂ കുട്ടി. അച്ചടിച്ചു വരുന്ന തന്റെ പടങ്ങൾ കാണാറുണ്ട്, അഭിനയിച്ച പടങ്ങൾ കണ്ടിട്ടില്ല. വിഷമം തോന്നരുത്, ഞാൻ അധികം മലയാള ചിത്രങ്ങൾ കാണാറില്ല. കാണാൻ കൊള്ളാത്തതുകൊണ്ട് തന്നെ. എന്നാ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതും മലയാള സിനിമകൾ തന്നെ. പക്ഷേ ഒരു വ്യത്യസ്ത സിനിമയുടെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അലിവിൽ കുടിക്കാൻ എന്തെങ്കിലും വരുത്തട്ടെ? വേണ്ട സാർ. ഓൾറൈറ്റ്. ഞാനൊരു പുതിയ പടം തുടങ്ങുന്നു. ഒരു പെണ്ണ് വേണം. പലരും വന്നു, പോരാ. അപ്പോഴാണ് ലേഖയുടെ കാര്യം ഓർമ്മ വന്നു. പുഷ്പയുടെ കൂട്ടുകാരി കൂടിയാണെന്ന് അറിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. മതി, തന്നെ എനിക്കിഷ്ടമായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന മുഖം ഇതാണ്. എന്റെ ലേഖ എങ്ങനെയുണ്ട് സാർ? ഭാഗ്യവതി, അഭിനന്ദനങ്ങൾ. മദ്രാസിൽ എപ്പോ വന്നു? 2 വർഷം കഴിഞ്ഞു. ഗുഡ്. അപ്പോൾ എന്റെ കഥാപാത്രത്തിന്റെ ഉള്ളു മനസ്സിലാക്കാൻ ലേഖയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദുഃഖമെന്തെന്ന് പറഞ്ഞു തരേണ്ടതില്ല എന്നർത്ഥം. സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലെത്തുന്ന പെൺകുട്ടികളുടെ ആദ്യകാലങ്ങളൊക്കെ എനിക്കറിയാം. ലേഖ ഒരു എക്സെപ്ഷൻ അവരുടെ ഇല്ല. നാളെ എന്റെ പ്രൊഡക്ഷൻ മാനേജർ നിങ്ങളുടെ വീട്ടിൽ വരും. ബിസിനസ് കാര്യങ്ങളൊക്കെ അയാളോട് സംസാരിച്ചാൽ മതി. ഓക്കെ? എന്തൊരു മനുഷ്യനാണെന്നറിയാമോ? എല്ലാ പടങ്ങൾക്കും അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് റോള് തന്നത് എന്റെ ഭാഗ്യമാ. കാര്യമൊക്കെ ശരിയാ. പ്രേംസാഗർ സാറിന് ഇഷ്ടപ്പെടുമോ?
ഇക്കാര്യത്തിൽ ആരുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല. എന്നാലും അങ്ങേരെ പിണക്കുന്നത് നല്ലതിനാണോ? പടം കുറഞ്ഞു പോകുമായിരിക്കും, സാരമില്ല. കുറെ കഷ്ടപ്പെട്ടതല്ലേ, ഇനിയും കഷ്ടപ്പെടാം. നമുക്കിവിടെ ആരോടമ്മേ കടപ്പാട്? നമ്മളോട് മനുഷ്യത്വം കാണിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒരു പുഷ്പ ചേച്ചിയോ അൻസാരിയോ കാണും. ബാക്കിയുള്ളവരെല്ലാം... നീ പറയുന്നതൊക്കെ നേരാ. എന്നാലും പിണങ്ങിയാൽ ഉപദ്രവിക്കുന്നവനായാൽ നമ്മളൊന്ന് ചോദിച്ചെന്നെങ്കിലും ഇരിക്കട്ടെ. ഹലോ, ആ വിശാലാക്ഷമ്മയാണോ? എന്താ വിശേഷം? ഓ, ലേഖ അങ്ങനെ പറഞ്ഞോ? ഈ സുരേഷ് ബാബു എന്നൊക്കെ പറഞ്ഞാല് ഒരു ആർട്ട് ഫിലിമിന്റെ ആളുകളാണ്, ഉച്ചപ്പടത്തിന്റെ ആൾക്കാര്. അവര് നമ്മുടെ എതിർ ഗ്രൂപ്പാണ്. ആണ്ടിലൊരിക്കലെങ്ങാനും ഒരു പടം എടുത്തെങ്കിലായി. പറയുന്നത് മനസ്സിലാക്കി വിശാലാക്ഷമ്മേ. വരുന്ന മാർച്ചില് ജയമാലതിയുടെ വിവാഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ എല്ലാ പടങ്ങളിലും ലേഖയാണ് ഹീറോയിൻ. അവിടെ പറഞ്ഞ് മനസ്സിലാക്ക്. മാർച്ചിൽ മറ്റവരുടെ കല്യാണമാണെന്ന്. അത് കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അത് കളിത്തീരാണെന്ന് എനിക്കും അറിയാം. പിന്നെ ഈ സുരേഷ് ബാബു ഒക്കെ വല്ലപ്പോഴും ഒരു പടം ഉണ്ടാക്കുന്നവരാ. പണമൊക്കെ ശരിക്ക് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? അമ്മ അയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കണ്ട. എനിക്ക് നല്ലൊരു ഡയറക്ടറുടെ പടത്തിൽ അഭിനയിക്കണം. ആരെന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. വിളിച്ചു പറഞ്ഞേക്ക്. ഓഹോ, അപ്പൊ അതാണോ നിങ്ങളുടെ തീരുമാനം? അതൊരു മോശം കാര്യമൊന്നുമല്ല. എനിക്കറിയാവുന്ന ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സുരേഷ് ബാബു ആള് സമർത്ഥനാണ്, സിനിമ എന്തെന്ന് അറിയാവുന്ന ആളുമാണ്. എന്നാലും ഇല്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിർബന്ധിക്കാൻ എനിക്കെന്താ കാര്യം? വെച്ചേക്കട്ടെ. This is actually the opening shot. നമ്മൾ ഈ രണ്ട് ഓബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് we gradually zoom back. Then come to this next shot. I don't know when the climate change. അത് പറയാനൊക്കില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന ഈ 3 ഷോട്ട്സ് ഇതെങ്കിലും എടുത്തിരിക്കും. അത് that is what I am planning. ഹലോ ലേഖ. നമസ്കാരം സർ. നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? സുഖമായിരുന്നു. വരൂ. മീറ്റ് മിസ്റ്റർ ചന്ദ്രു, മൈ ക്യാമറമാൻ. എനിക്കറിയാം സർ. ആഹാ, ലേഖ അഭിനയിച്ച ഒരു ചിത്രം ഞാൻ ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഐ സി, വെരി ഗുഡ്. ഇത് മിസ്റ്റർ സത്രു. ഹലോ. എന്റെ അസിസ്റ്റന്റ് ആണ്. യു ഗോ ആൻഡ് റിലാക്സ്. അങ്ങനെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ കാമുകനെ വിശ്വസിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ജോലിയും ഉപേക്ഷിച്ച് ലീന അയാളോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നു. അവർ വന്നെത്തുന്നത് ഈ സുഖവാസ കേന്ദ്രത്തിലാണ്. ഒരു ഹോട്ടൽ മുറിയിൽ കുറച്ചു ദിവസം താമസിക്കുന്നു. കാമുകന്റെ ആവേശം കെട്ടടങ്ങിയപ്പോൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു രാത്രി പതിവ് പോലെ കാമുകനെ കെട്ടിപ്പുണർന്നുറങ്ങാൻ കിടന്ന അവൾ രാവിലെ ഉണർന്നപ്പോൾ അവനില്ല. നാട്ടിലേക്ക് അവൾ തിരിച്ചു പോകുന്നില്ല. എന്തുകൊണ്ട്? പാവപ്പെട്ട വീട്ടുകാരെ തെക്കറിച്ചിറങ്ങിപ്പോന്നത് കൊണ്ട്. അതൊരു കാരണം. മറ്റൊന്ന്, അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയെ വളർത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. സ്വന്തം ശരീരം വിറ്റു. ഇവിടത്തെ ഓരോ ഹോട്ടലുകളിലും അവൾ മാറി മാറി താമസിക്കുന്നു. വർഷങ്ങളായി. ഇവിടം വിട്ട് അവൾ എങ്ങും പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാമോ ലേഖയ്ക്ക്? തന്നെ നശിപ്പിച്ചിട്ട് പോയ കാമുകൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ട്. കറക്റ്റ്, യു ഗോട്ട് ദി ക്യാരക്ടർ. അയാളെ കാണുമ്പോൾ ഇത്തരം ഒരു കഥാപാത്രം എങ്ങനെ റിയാക്ട് ചെയ്യും അത് പറയാമോ? പൊട്ടിത്തെറിക്കും. കറക്റ്റ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്റെ സിനിമയിലെ ഏറ്റവും വലിയ മുഹൂർത്തം അതാണ്, നിന്റെ അഭിനയത്തിൽ. വാസന്തി, ക്ഷമിക്കുന്നു സാർ. കടന്നു വരൂ.
ഞാൻ പോയേക്കാം സാർ. കമാൺ ബി സീറ്റഡ്. ലേഖ മനസ്സിലായില്ലേ? അറിയാം സാർ. ഇത് വാസന്തി. എന്റെ എല്ലാ ചിത്രങ്ങളിലും എന്തെങ്കിലും ഒരു വേഷം കാണും. ഇരിക്കും. ഇരിക്കുന്നില്ല സാർ. എനിക്കൊരു പെഗ് വേണമായിരുന്നു. സാറിന് മുറി കാണുമെന്ന് എനിക്കറിയാം. എടുത്ത് കഴിച്ചോളൂ. ഊണിന് മുമ്പ് ഒരു പെഗ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. അതുകൊണ്ട് സാർ. വാസന്തി ഒരു കന്യാസ്ത്രീയുടെ വേഷമായി ഈ പടത്തിൽ ചെയ്യുന്നത്. ഞാൻ പോകുന്നു സാർ. മതിയോ? മതി സാർ. ലേഖ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഒന്ന് വായിക്കും. ഇതാകെ വായിച്ചു കഴിയുമ്പോഴേക്കും ലേഖയ്ക്കൊരു പുനർജന്മം കിട്ടും എന്ന് എനിക്കറിയാം. ലീനയായിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഉറക്കം നിന്ന് വായിക്കണ്ട, നാളെ വർക്കുള്ളതാണ്. പ്ലീസ്. എന്താ? ഞാൻ കൃഷ്ണദാസ്. ഈ പടത്തിൽ എനിക്കൊരു വേഷമുണ്ട്. ഗുഡ്. ഞാൻ മുറിയിലേക്ക് വെക്കുള്ളത്. ലേഖ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക്സ്. ലേഖയുടെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇത് എവിടെയായിരുന്നു ശാന്തമേ? എത്ര നേരം ഇതെല്ലാം വെച്ചോണ്ട് കാത്തിരിക്കുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എങ്കിൽ പിന്നെ കഴിച്ചു തുടങ്ങിയേക്കാമെന്ന് വെച്ചു. അമ്മാവൻ അല്പം വെള്ളം കുടിക്കും. சாப்பாடு எடுத்து வைக்கட்டுமா? செல்வி சாப்பிட்டு படுத்துக்கோ, நான் அப்புறம் சாப்பிட்றேன். എന്താ ചോദിച്ചത്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറയാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസം ലേഖ എന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചില്ലേ? പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് തോന്നി നിന്നോട് പറയുന്നത് ഒരു ആശ്വാസമായിരിക്കും. സത്യം പറഞ്ഞാൽ അകലങ്ങളിൽ ഔട്ട്ഡോർ പോകുന്നതാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമല്ലോ. വീടിനോട് അത്രയ്ക്ക് വെറുപ്പാണോ? സ്നേഹം തോന്നേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവൾ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. പകൽ തമ്മിൽ കാണുന്നതിന് ഒരു അത്ഭുതമാണ്. രാത്രിയിൽ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതെന്താ അങ്ങനെ? ഒരു കലാകാരനെ മനസ്സിലാക്കാനുള്ള സന്മനസ് അവൾക്കില്ല. ഞാനൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച ഒരുതരം റിബലായിരുന്നു. ഞാനൊരു കോംപ്രമൈസ് ചെയ്തതാണ് ഈ കല്യാണം. അതായത് അച്ഛന്റെയും അമ്മയുടെയും വാക്കനുസരിച്ചു എന്നർത്ഥം. ലേഖയ്ക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സാറിന്റെ പടങ്ങളൊന്നും അവർ കാണാറില്ലേ? സിനിമ കാണുന്നത് തന്നെ ഒരുതരം പാപമാണെന്നാണ് അവൾ കരുതുന്നത്. ഈ പേരും പെരുമയും അവാർഡും ഒക്കെ എന്തിനാണെന്ന് അവൾ കൂടെ കൂടെ ചോദിക്കാറുണ്ട്. ഞാനെന്ത് മറുപടി പറയും? പിന്നെ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളൊക്കെ അവൾക്ക് പകരമാണെന്നാണ് അവളുടെ ധാരണ. അവൾക്ക് വേണ്ടി എന്റെ കലാജീവിതം ഞാൻ ഉപേക്ഷിക്കണം. പറയൂ പറയൂ. എനിക്കറിയില്ല. ഇവന്റെ ഭാര്യയാണല്ലേ? ഇവനെ വിശ്വസിക്കരുത്. ഒരിക്കൽ ഞാൻ ഇവന്റെ കൂടെ ഭാര്യയെ പോലെ കഴിഞ്ഞവളാ. നമുക്ക് പോവാം. ശാന്തിയാണ്.
ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ എനിക്കിപ്പോഴാണ് ഉണ്ടായത്. ഇവിടം വിട്ട് അല്ല, അങ്ങേ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ലേഖ, ഇതൊരു പിരീഡായി കരുതണ്ട. നാം ഇനിയും കണ്ടുമുട്ടും. അതാണ് ഡെസ്റ്റിനി എന്ന് തോന്നുന്നു. മുമ്പൊരിക്കലും ഒരു നടിയോടും എനിക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ലേഖ പൊയ്ക്കുള്ളൂ. ഞാൻ മദ്രാസിലെത്താൻ ഇനിയും 2 ദിവസം വൈകും. എത്തിയാലുടൻ ഫോൺ ചെയ്യാം. വി വിൽ മീറ്റ് ഓൾസോ. ബൈ. പോവുകയാണല്ലേ? അതെ, വരട്ടെ. ഞാൻ നാളെ മദ്രാസിലെത്തും. ഒരു ദിവസം ലേഖയുടെ വീട്ടിൽ വരാം. നടക്കൂട്ട? മദ്രാസിൽ വന്നിട്ട് കാണാം. ശരി, കാണാം. ശരി. വണ്ടി വരും. ഈ പടം ഒന്ന് റിലീസായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം ആരാ? നമ്മുടെ ശാന്തമ്മ. ലേഖ എന്ന് പറയടാ. അവന്റെ ഒരു കാന്തമ്മ കാന്തമ്മ. അത് തന്നെ ലേഖ. പക്ഷെ അതൊന്നും അവളുടെ കഴിവല്ല, പിന്നെ ആരുടെ കഴിവാ? ഡയറക്ടർ സുരേഷ് ബാബുവിന്റെ കഴിവാണ്. എന്താ ചേച്ചി, പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യുന്നൊന്ന് കാണേണ്ട കാഴ്ചയാ. ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മയില്ലേ, പുള്ളിക്കാരന്റെ കയ്യിലോട്ട് കൊടുത്താൽ ഒറ്റ ആഴ്ചക്കുള്ളിൽ 1-ാം തരം ഒരു നടിയാക്കി തിരിച്ചു തരും. അപാര കഴിവ്. എന്നാ പിന്നെ നീ എന്നെ കൂടെ കൊണ്ടുപോടാ ദുഷ്ടം. കണ്ടോ വയസ്സായിട്ട് താരമാകാനുള്ള ഒരു കൊതി. ഈ പടം ഒന്ന് പുറത്ത് വന്നോട്ടെ. അവളുടെ തുക ഞാൻ 50,000 ആക്കും. അവിടെ നിന്ന് മേലോട്ട് പോയാൽ മതി, താഴോട്ട് വരുന്നത്. ഓരോ പടത്തിനും ഞാൻ തുക കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മദ്രാസിൽ ഞാനൊരു വീട് വയ്ക്കും. കൊട്ടാരം പോലൊരു വീട് വയ്ക്കണം. ஹலோ வந்திருக்கு பாம்பேல இருந்து ஒரு நல்ல பார்ட்டி, ஹிந்தி படம் எடுக்கிறவங்க. பழக்கப்படுத்திட்டா உனக்கு பிரயோஜனப்படும். ஏகாவை கூப்பிடு, நான் பேசுறேன். മോളെ രാമയ്യനാ ഫോണിൽ. ഹലോ, മേലാൽ രാമയ്യൻ ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കരുത്. ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു. And the award for the Best Actress of the Year goes to Kumari Lekha for her performance in the Malayalam film Oru Veshayude Katha. Congratulations. Thank you. How are you? Fine. How are you? അമ്മേ, ഇതാണ് മിസ്റ്റർ കൃഷ്ണദാസ്. മനസ്സിലായി.
Nalini, how are you? Thank you. Hi. Now done. ഇറങ്ങുന്നില്ലേ? നേരം വളരെ ഇരുട്ടി, ഇനി ഒരിക്കലാകാം. ലേഖേ, ഐ ഫീൽ വണ്ടർഫുൾ. ഒരിക്കലും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം. പോകാം. എവിടെ? എവിടെയും. അമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കണോ? ചോദിച്ചിട്ട് വരാം. ഇപ്പൊ വേണ്ട. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇനി ഒരിക്കലാകാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നീ വിളിക്കും. ശരി. 25,000 ரூபாய் இதுக்கு மேல நான் எந்த ஹீரோயினுக்கு கொடுத்ததில்ல. അതൊക്കെ പണ്ടായിരുന്നു ചെട്ടിയാർ സാറേ. 50,000 കുറഞ്ഞ് ഞങ്ങളിപ്പോ വാങ്ങുന്നില്ല. 50,000 ரொம்ப ஜாஸ்தியா நாம போலாம். கருங்க சார். சரிம்மா 30. 50 കുറയില്ല. വെറുതെ അതും പറയണ്ട. போகலாம் சார். உட்காருங்க சார். 40. ചെട്ടിയാർ സാറിന്റെ കളിയാക്കാണോ? അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് മുതൽ തെലുങ്കാരും ഹിന്ദിക്കാരും ഇവിടെ വട്ടവട്ടം നടക്കുകയാണ്. നിങ്ങൾക്ക് കോഷീറ്റ് വേണമെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് പോ. ஃபுல்லா வேணுமா? വേണ്ട വേണ്ട, അഡ്വാൻസ് 15,000 രൂപ. സൗവർണ്ണ പാത്രത്തിൽ മൂടി വച്ചൊരൻ ദുഃഖമേ പോരൂ. വീഴും വർഷബിന്ദു പോൽ ഞാൻ ചിതറുന്നു. വർഷബിന്ദു പോൽ ഞാൻ ചിതറുന്നു. ഇന്നെന്താ ലേറ്റായോ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഷൂട്ടിംഗ് 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു. ഉറങ്ങിക്കാണുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. വിശേഷിച്ച കാര്യമൊന്നുമില്ല. ദിവസവും ആ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ എന്തോ പോലെയാ.
ആ അതിരിക്കട്ടെ, കഥ ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കഥാപാത്രത്തിന് പറ്റിയ നടിയെ തേടുകയായിരുന്നു ഞാൻ. അപ്പൊ നിന്നെ കിട്ടി. ഇപ്പോ നിനക്ക് പറ്റിയ കഥാപാത്രത്തെ തേടുകയാണ് ഞാൻ. കഥ എന്തായാലും കൊള്ളാം. ഇപ്രാവശ്യത്തെ ലൊക്കേഷൻ വളരെ അകലെ എവിടെയെങ്കിലും ആയിരിക്കണം. കാശ്മീർ മതി കേട്ടോ, നല്ല രസമായിരിക്കും. ആദ്യം കഥ കണ്ടുപിടിക്കട്ടെ, ലൊക്കേഷൻ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും എക്സോട്ടിക് പ്ലേസസിലേ പോകാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ? എവിടെയായാലും ഒന്ന് വേഗം വേണം. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ കൊതിയായി. ഇപ്പോഴോ? ഞാൻ റെഡി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരോ വന്നിരിക്കുന്നു. ആരാന്ന് ചോദിച്ചില്ലേ? കണ്ടിട്ടൊരു പ്രൊഡ്യൂസറാണെന്നാ തോന്നുന്നത്. ഇത്തിരി ആരും അവിടെ ഇരിക്കട്ടെ. കൃഷ്ണദാസ് ആയിരുന്നു. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ വിശേഷമൊന്നുമില്ല, എല്ലാവരും ഒന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ. മോൾക്ക് 7:30 കോൾ ഷീറ്റ്. അവൾ രാവിലെ പോയി. ഗോമതി അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. പടങ്ങളൊക്കെ ഉണ്ടോ? 2-3 ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാനുള്ള പണം കിട്ടുന്നുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പണത്തിന് വേണ്ടിയൊന്നുമല്ല. 1 വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാനാണ് പരിപാടി. അതിനുമുൻപ് ഫീൽഡുമായിട്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. പ്രൊഡക്ഷൻ തുടങ്ങാൻ ആരെങ്കിലും സഹായിക്കുമോ അതോ? ആരുടെയും സഹായമൊന്നും വേണ്ട. അതിനൊക്കെയുള്ളതൊക്കെ എന്റെ വീട്ടിലുണ്ട്. 1-2 ബസ് സർവീസും കുറെ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. അത് പറ, അപ്പൊ പിന്നെ പടം പിടിക്കാം. ജ്യൂസ് എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. കുടിക്കൂ. എന്താ, മധുരം പോരെ? മധുരമൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. വെറുതെ വരില്ലെന്ന കാര്യം തീർച്ച. കുറെ നാളുകളായി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ലേഖയെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അവളുടെ കല്യാണക്കാര്യം ആലോചനയിൽ പോലും വന്നിട്ടില്ല. ഉടനെ വേണമെന്നല്ല, തീരുമാനം എന്ന് പറഞ്ഞാൽ മതി. അവൾക്കിപ്പോ ധാരാളം പടങ്ങളുള്ള സമയമാണ്. കല്യാണം നിശ്ചയിച്ചെന്ന് പത്രത്തിലൊക്കെ വന്നാൽ പടങ്ങൾ കുറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ട. കല്യാണം കഴിക്കാതെ നിന്നാൽ എല്ലാവരുടെയും സ്വന്തമാണെന്ന് തോന്നിക്കൊള്ളും. അല്ല, ഞാൻ ഈ വിവരം പുറത്താരോടും പറയത്തൊന്നുമില്ല. വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. അത് പിന്നെ കാറ് വന്നു. എനിക്കൊന്ന് വെളിയിൽ പോണം. ഇത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആലോചിക്കാം. ക്ഷമിക്കണം, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട. എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? എനിക്ക് കൃഷ്ണദാസിനെ ഇഷ്ടമാണ്. പക്ഷെ വിവാഹം വേണ്ട. നമുക്കിങ്ങനെ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ മതി. എന്നൊന്നും തോന്നരുത്. നീ എന്തിനാ ഒക്കെയല്ലെന്ന് തീർത്ത് പറയാൻ പോയത്? അവൻ എത്ര വേണമെങ്കിലും കാത്തു നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ആ പാവം വെറുതെ കാത്തു നിൽക്കണോ അമ്മേ? നടക്കുമല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? 3-4 കൊല്ലം കഴിഞ്ഞ് എനിക്ക് തോന്നിയ കല്യാണം കഴിച്ചു കൊടുക്കും. തോന്നിയില്ലെങ്കിലോ? അതല്ലടി, പണക്കാരൻ പയ്യനല്ലേ, അങ്ങനെ വന്നു പോയി നിന്നോട്ടെ. പോരുന്നത് പോരട്ടെ എന്നായിരിക്കും അമ്മയുടെ പണക്കൊതി. അതല്ല, എന്നായാലും നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ, അതുകൊണ്ടാ. എനിക്ക് കൃഷ്ണദാസിനെ വേണ്ട. തീർന്നില്ലേ? എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. ആരെ? കൃഷ്ണദാസോ? കൊള്ളാമല്ലോ. എന്നിട്ട് ലേഖ എന്ത് പറഞ്ഞു? അത് വേണ്ടായിരുന്നു. ഒന്ന് സഹായിക്കാമായിരുന്നില്ലേ? എന്താ ചിരിച്ചത്? അത് പോട്ടെ, ഞാൻ കഥ കണ്ടെത്തിയിരിക്കുന്നു. എ ഗ്രേറ്റ് സ്റ്റോറി. എന്റെ റോൾ എന്താ? അസംതൃപ്തയായ ഭാര്യ, യങ് വൈഫ്. നേരിൽ കാണുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 15th ഇവിടുന്ന് പോകും. എഴുതുന്ന എവിടെ ഇരുന്നാ? ഇവിടുന്ന് ഒരു 10-20 മൈൽ കാണും. എന്താ, പോരുന്നോ? എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടല്ലോ. എന്നാലും ഞാൻ നോക്കട്ടെ. അമ്മയുടെ കാര്യമാ. കമാൺ, നീ പ്രായമായ ഒരു പെണ്ണല്ലേ. ബി ഫ്രീ. കമാൺ, ദിസ് ഫോർ 2 days. നീ വരുന്നത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഗുഡ് നൈറ്റ്.
എടുത്ത് വെച്ചിട്ടുണ്ട്. നമസ്കാരം വിശാലച്ചമ്മേ. അൻസാരി സാറിന് ഞാൻ ഫോൺ ചെയ്യാനിരിക്കുകയായിരുന്നു. ആ ഗരുഡ മൂവീസിന്റെ ചെക്ക് മടങ്ങിയല്ലോ. അത് ചെറിയൊരു അബദ്ധം പറ്റിയതാ. ആ പ്രൊഡ്യൂസർക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്ത ചെക്ക് മടങ്ങി. പ്രൊഡ്യൂസർ ഇപ്പൊ നാട്ടിൽ പോയിരിക്കുക. വീട് വിറ്റ് പണം കൊണ്ടുവരെ 2 ദിവസത്തിനകത്തും. ഞാൻ തന്നെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചേക്കാം. പണത്തിന് ഇപ്പോ വളരെ അത്യാവശ്യമുള്ള സമയമാണ്. ഞാനൊരു സ്ഥലം വാങ്ങിച്ചു. ഉടനെ കെട്ടിടം പണി തുടങ്ങണം. ശരി, ആയിക്കോട്ടെ. ആ സഹദേവൻ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ നാട്ടിൽ നിന്ന് വന്നതാ. ഇനി മരണം ഇവിടെ തന്നെ ആയിക്കോട്ടെ. നമസ്തേ. എന്താ രാവിലെ തന്നെ? ഒരു കാര്യമുണ്ട്, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ട്, പോണം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അൻസാരി സാറിനെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്നെ ഇങ്ങനെ ഒരു പരോപകാരിയായി ദൈവം ശിക്ഷിച്ചു കളഞ്ഞില്ലേ കുട്ടി? പലർക്കും വേണ്ടിയുള്ള ഓട്ടമാണ്. ഇന്ന് ഏതായാലും സ്വന്തം കാര്യത്തിന് എന്നെ വന്നിരിക്കുന്നത്. ആ കേട്ടോ വിശാലക്ഷമ്മേ, ഞാനും സഹദേവനും കൂടി ഒരു പടം പിടിക്കാൻ അങ്ങ് തീരുമാനിച്ചു. പാർട്ട്ണർഷിപ്പിൽ. തുടങ്ങ്. സിനിമയെന്നും പറഞ്ഞ് മദ്രാസിൽ വന്നിട്ട് വർഷം കുറേയായി. ഇതുവരെ ഒന്നും നേടിയില്ല. പിള്ളേരൊക്കെ പ്രായമായും വരുന്നു. എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ? ഒരു പടം എടുക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? സിനിമയിലുള്ളവരെല്ലാം പരിചയക്കാരില്ലേ? ഇങ്ങനെ ഒരു പരിപാടി ഇട്ടത് തന്നെ അവരെ കൂടെ പറഞ്ഞിട്ടാണ്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാമെന്ന് നേരിട്ടുണ്ട്. പറഞ്ഞു ചാടിച്ചിട്ട് മാറിക്കളയാനുള്ള പണിയാണോ? അല്ല, സിനിമയാണേ, എന്തും ചെയ്ത് കളയും. ഞങ്ങളോടൊക്കെ അങ്ങനെ ചെയ്യുമോ? ഇതുവരെ ഗുണമല്ലാതെ ആർക്കും ദോഷം ചെയ്തിട്ടില്ല. വിശാലാക്ഷമ്മ എനിക്ക് ചെയ്യേണ്ട സഹായം എന്താണെന്ന് അറിയാമോ? ഡിസംബർ മാസത്തിൽ ലേഖയുടെ ഒരു 15 ദിവസം കോച്ചിട്ട് എനിക്ക് തരണം. ലേഖയുടെ ഡേറ്റ്സ് വാങ്ങിച്ചു തന്നാൽ ഫൈനാൻസ് ചെയ്യാമെന്ന് ഡിസ്ട്രിബ്യൂട്ടർ സമ്മതിച്ചിട്ടുണ്ട്. അതിനൊരു കുഴപ്പമുണ്ടല്ലോ സാറേ. ഡിസംബറിൽ ഇവൾക്ക് ഡേറ്റ് കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു നിവൃത്തിയില്ല സാർ, ഇത് സിനിമയാണ്. അമ്മേ നീ മിണ്ടണ്ട. ആ സാർ ഇവിടെ ഒന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാനൊരു സഹായം ചെയ്യാം. 75 രൂപ ഇപ്പോൾ ഇവൾ വാങ്ങിക്കുന്നുണ്ട്. സാറിനായതുകൊണ്ട് ഒരു 10 രൂപ കുറച്ചേക്കാം. 65 രൂപ കിട്ടണം. അതിൽ പകുതി തുക അഡ്വാൻസ് തന്നാൽ കോൾ ഷീറ്റ് തരാം. വിശാലാക്ഷമ്മ എനിക്ക് സൗജന്യമൊന്നും ചെയ്തു തരണം. 15 ദിവസത്തെ കോൾ ഷീറ്റ് ഒപ്പിട്ട് തരിക. ഞാൻ അതുകൊണ്ടായി കാണിച്ച് രൂപ വാങ്ങിക്കും. നിങ്ങൾ ചോദിച്ച അഡ്വാൻസ് തരുകയും ചെയ്യും. സാറിന് വിരോധമൊന്നും തോന്നരുത്. അഡ്വാൻസ് തന്നിട്ട് കോൾ ഷീറ്റ് ചോദിക്കാം, തരാം. ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട. നമുക്ക് പോകാൻ ശരി. വരട്ടെ ലേഖ. നന്ദികേടായിപ്പോയി. കാശ് തരുന്നവരോട് മാത്രം നന്ദി കാണിച്ചാൽ മതി. കാശ് കാശ് കാശ്. അയ്യോ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടി നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. വേറെ റെഡിയായി ഷൂട്ടിങ്ങിന് പോകാൻ നോക്ക്. എനിക്ക് മനസ്സില്ല പോകാൻ. ലേഖേ, മനുഷ്യത്വമില്ലാത്ത ജന്തുക്കൾക്ക് വേണ്ടി ചാപ്പാൽ പാടുപെടാൻ എനിക്ക് മനസ്സില്ല. എടി നിനക്ക് ഒന്നുകൂടെ പറയാമോ? 100 പ്രാവശ്യം ഞാനിത് പറയും. എനിക്ക് മനസ്സില്ല, പോകാൻ മനസ്സില്ല. നീ എന്നെ കൊച്ചു പറയാറായോ? ഒത്രയ്ക്ക് അഹങ്കാരം എനിക്കൊന്ന് പറയാം. ഓഹോ, അവളെ ഇന്ന് ഞാൻ വിടോ. ഹലോ, ആ മനസ്സിലായി. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഉടനെ എത്തിക്കോളാം. ശരി ശരി, വെക്കട്ടെ. മോളെ, ലേഖ മോളെ, കഥ തുറക്കും മോളെ, തുറക്ക് മോളെ, മോളെ തുറക്ക്. ശാന്തമ്മേ, മോളെ ശാന്തമ്മേ, മോളെ. അവിടെ അവരെല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് ഫോൺ വന്നിരിക്കുന്നെന്ന്. മോളെ ശാന്തമ്മേ, കഥ തുറക്ക്. ഈ പെണ്ണ് എന്തെടുക്കുക? എന്റെ മോള് കഥ തുറക്ക്. മോളെ തുറക്ക്. മോളെ, മോളെ, മോളെ. ഈ വിളിയെല്ലാം വിളിച്ചിട്ട് നീ എന്താ വിളി കേൾക്കാതിരുന്നത് മോളെ? എന്നിട്ട് കഥ തുറക്കും മോളെ. അമ്മ പോരെ.
ഹലോ, വഴിയും തെറ്റില്ലല്ലോ. തെറ്റേണ്ട കാര്യം, വരുന്നത് ഇങ്ങോട്ടല്ലേ? വെരി ഗുഡ്. ആട്ടെ, എന്ത് പറഞ്ഞാ പോകുന്നത്? ഇങ്ങോട്ട് തന്നെയാന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചോ? അന്ന് വിളിച്ചപ്പോ ആ വഴക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതേ പിന്നെ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. ഓ, സോ യു ആർ ഫ്രീ നൗ. എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇനി തുടങ്ങണം. തുടങ്ങിയത് പോലും ഇല്ലേ? പിന്നെ 4 ദിവസം ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ നിന്റെ വരവിന്റെ മയക്കത്തിലായിരുന്നു. നൗ ഐ വിൽ സ്റ്റാർട്ട്. സജിൻ, ചന്ദ്രശേഖരൻ, മിസ്സസ് നായർ, സുജാത. That's ലേഖ. ആ, നീ ഇന്ന് തന്നെ തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? ആണോ? പറഞ്ഞാലും പോകില്ല. മിക്ക രാത്രികളിലും ഞാൻ ആ സ്വപ്നം കാണും. ചിറകുകളുള്ള ഒരു വലിയ കൈ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് മുകളിലോട്ട് പറന്നു പോകും. മേഘങ്ങളുടെ ഇടയിൽ കൂടി പോകുമ്പോൾ എനിക്ക് ഭാരമില്ലാതാകും. എന്നെ പിടിച്ചിരിക്കുന്ന കൈ ആവശ്യമില്ലെന്ന് എനിക്കപ്പോൾ തോന്നും. ഞാൻ പിടിവിടുവിച്ച് സ്വതന്ത്രയാകും. പെട്ടെന്ന് ഒരു മരക്കഷ്ണം പോലെ ഞാൻ താഴോട്ട് പോരും. താഴെ കൂർത്ത പാറക്കെട്ടുകളിൽ വീണ് ചിതറിത്തെറിച്ചു പോകും. അപ്പോൾ ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് 1000 കൈകൾ ഉയർന്ന് കൂട്ടിത്തല്ലുന്നത് കാണും. ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. പിന്നെ കുറെ നേരം കരയും. ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആദ്യമായാണ് സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്നത്. എപ്പോഴും എന്നോടൊന്നിച്ചുണ്ടാവുമോ? എന്റെ വീടൊരു നരകമാ. ഇനി അവിടെ കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരും. എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നെ രക്ഷപ്പെടുത്തുമോ? ഞാനെന്ത് ശ്രമിച്ചു നോക്കാം. Let us see. പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം 3/4 വിറ്റു. ഇനി മോളുടെ സ്വർണം മാത്രമേ ഇവിടെയുള്ളൂ. നീ അമ്മയെ കാര്യമായിട്ടൊന്നും സഹായിച്ചില്ലെങ്കിൽ എല്ലാം കുഴയും മോളെ. ഇത്ര ധൃതി പിടിച്ച് ഈ പുരപ്പണി വേണമായിരുന്നോ വിശാലം? അതെന്റെ ഒരു വാശിയാ. 3 മാസം കൊണ്ട് ഞാനിത് കെട്ടി തീർക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. മോളെ, നീ നാളെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോ സ്വാമിയുടെ ബാക്കി പണം ഉടനെ വേണമെന്ന് പറയണം. വരുന്ന പടമൊന്നും വിടണ്ട. കോൾ ഷീറ്റൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം. ഇതൊന്ന് കഴിയുന്നത് വരെ രാത്രിയും പകലും ഒക്കെ നീ നല്ലപോലെ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. മോളുടെ അക്കൗണ്ടിൽ നിന്ന് നാളെ ഒരു 25,000 രൂപ എടുക്കേണ്ടി വരും. ഇന്നെന്താ നേരത്തെ? പുള്ളിക്കാരനോടെ? അമ്മാവൻ സ്റ്റുഡിയോയിലുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ എടുക്കാൻ 1-2 സാരി എടുക്കണമായിരുന്നു. ഡ്രൈവർ അയച്ചാ പോരായിരുന്നോ? ഞാൻ തന്നെ സെലക്ട് ചെയ്താലേ പറ്റൂ. ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ രാവിലെ ഷൂട്ടിങ്ങിന് പോയത്? ഉടനെ വരാമെന്ന് പറഞ്ഞ് സ്റ്റുഡിയോന്ന് കാർ എടുത്തോണ്ട് പോന്നതാ. ഞങ്ങൾ പോരുന്നവരെ തിരിച്ചെത്തിയിട്ടില്ല. വീട്ടിൽ വിളിച്ചില്ലേ? വിളിച്ചു. അവിടെ ചെന്നൊരു സൂട്ട് കേസും എടുത്തുകൊണ്ട് പോയെന്ന് സുലോചന പറഞ്ഞു. സൂട്ട് കേസ് എടുത്തോണ്ടോ? ഇവിടെ വന്നോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവളിപ്പോ സ്റ്റുഡിയോയിൽ എത്തിക്കാണും. എത്തേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു.
അവളുടെ മാലയും മളയും എല്ലാം എടുത്തുകൊണ്ട് അവൾ പോയിരിക്കുന്നു. ആണോ? അവൾ എവിടെ പോയിരിക്കുന്നു അറിഞ്ഞില്ലല്ലോ. ആർക്കാ വിശാലം? ഹലോ, ഇവിടെ ഇല്ലല്ലോ, അറിയില്ലല്ലോ. എപ്പോ വരാന്നും അറിയില്ല. ആരാ? ലേഖയുടെ അമ്മയോ? വന്നാൽ എന്തെങ്കിലും പറയണോ? ഹലോ ഹലോ, സൂട്ട് കേസും കൊണ്ടുപോയോ? അത് ശരി. ഒരു കാര്യം ചെയ്താലോ ചേച്ചി, ഡയറക്ടർ സുരേഷ് ബാബുനെ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? ഞാൻ വിളിച്ചു നോക്കി, വീട്ടിലില്ല. എന്റെ പുഷ്പ, നീ സത്യം പറ, അങ്ങയുടെ കൂടെ ഇറങ്ങി പോകുന്നു മറ്റോ നിന്നോട് അവൾ പറഞ്ഞോ? പറഞ്ഞതല്ല, ഞാൻ ചോദിച്ചറിഞ്ഞതാണ്. അയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഒരുക്കമാണെന്ന് അവൾ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് നേരത്തെ നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ പുഷ്പേ. ഞാനിനി എവിടെ പോയി തിരക്കാനാ? വിഷമിക്കാനൊന്നുമില്ല, അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും. ചോദിച്ചിട്ട് പോരാമായിരുന്നു. ഇതൊരു ഒളിച്ചോട്ടം പോലെ ആയിപ്പോയി. ചോദിച്ചാ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മുറി പിടിച്ച് അടച്ചിടുവാ തള്ള. ഐ ഫീൽ വറീഡ്. ഇതിന്റെ പിന്നാലെ എന്തൊക്കെ നടക്കാൻ പോകുന്നു? ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ആ, ഒരു വേലക്കാരി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാവിലെ വന്ന് അവർ വൈകിട്ട് പോയിക്കോളും. നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും കുറെ ഫർണിച്ചറും ഒക്കെ വാങ്ങണം. 1-2 ദിവസം കഴിയട്ടെ. പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. 52,000 രൂപ എന്റെ അക്കൗണ്ടിലുണ്ട്. അമ്മ എടുക്കാനിരുന്നതാ വീട് പണിക്ക്. യു കീപ് ദാറ്റ് വിത്ത് യു. പണമില്ലാത്തത് കൊണ്ടല്ല, തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങി കഴിയേണ്ടിയിരിക്കുന്നു. കൂടുതലൊന്നും പരസ്യപ്പെടുത്തിക്കൂടാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഗീതയോട് ഞാനൊരു നുണ പറഞ്ഞിരിക്കുക. സ്ക്രിപ്റ്റിന്റെ ബാക്കി ജോലി പൂർത്തിയാക്കാൻ എവിടെയെങ്കിലും ഒരാഴ്ച മാറി താമസിക്കുകയാണ്. ഒരാഴ്ച കഴിയുമ്പോഴോ? അങ്ങനെ എന്നോട് ചോദിക്കരുത്. വ്യക്തമായ മറുപടി ഒന്നും ഇപ്പോഴെന്റെ കയ്യിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇതൊരു തരം പരീക്ഷണമാണ്, ഒരു അറേഞ്ച്മെന്റ്. ലെറ്റ് us see. ആ, നിനക്ക് നാളെ ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കൊരു ഓർമ്മയും ഇല്ല. കുറച്ചു ദിവസത്തേക്ക് എനിക്ക് വയ്യ. നമുക്ക് മദ്രാസ് വിട്ട് എവിടെയെങ്കിലും പോകാം. നീ കുറെ കൂടി ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ആളുകൾ അന്വേഷിച്ച് ഇവിടെ എത്തും. ആരും ഈ വീട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ഫോണോ ഇല്ലല്ലോ. കുറച്ചു ദിവസമെങ്കിലും നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഇങ്ങനെ കഴിയാം. വീട്ടു വേലയ്ക്ക് വന്നിരിക്കേ. ശരി, ഉള്ളവാ. வேண்டியதெல்லாம் அங்கே இருக்கு. டீ போட்டு നമ്മുടെ കാറിൽ കിടക്കുന്നു. അതെ വണ്ടി വെച്ച ബാക്കിൽ എന്റെ പൊന്നു മോളെ, എന്ത് കടുങ്കയാണ് നീ ചെയ്തത്? ഞങ്ങൾ ഇങ്ങനെ തീ തീറ്റിക്കണമായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോരാമായിരുന്നില്ലേ? നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കാൻ വരുന്നു? വാ, വീട്ടിലേക്ക് പോകാം. 4 പേര് അറിഞ്ഞു തന്നെ ഈ ബന്ധം ഉറപ്പിച്ചേക്കാം. വേഗം വാ മോളെ, പോകാം. ഞാൻ വരുന്നില്ല മോളെ. നമ്മുടെ ഇന്നത്തെ നിലയും വെച്ച് നോക്കുമ്പോ ഇങ്ങനെ രഹസ്യമായിട്ട് വന്ന് താമസിക്കുന്നത് നാണക്കേടാ. വാ, പെട്ടി എടുത്തോണ്ട് വാ. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. വന്നതുപോലെ പോകാൻ നോക്ക്. എടി പെണ്ണേ, നീ ഇത് നേരെ ചൊവ്വേ തീർക്കുന്ന ലക്ഷണമില്ല. പോലീസിൽ അറിയിച്ച് നിന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ എനിക്കറിയാം. മോളെ, മോൾക്ക് അച്ഛനെ വിശ്വാസമല്ലേ? വിശ്വാസമാണ്. വാ, കറി. മോളുടെ ആഗ്രഹം എന്തായാലും അച്ഛൻ സാധിച്ചു.
വീട്ടിൽ ചെന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് ആ വീട്ടിലേക്ക് ഞാൻ ഇനി വരുമെന്ന് കരുതണ്ട. ഹെടി പൊട്ടി, നിനക്ക് ഭ്രാന്തുണ്ടോ? ഭാര്യയും കുഞ്ഞുള്ള അവൻ നിന്നെ ചതിക്കാൻ എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? നിന്റെ കയ്യിലുള്ള രൂപയും നിന്റെ കാറും തട്ടിയെടുത്തിട്ട് അവൻ നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കും. അത് നിനക്കറിയാമോ? ഇതൊക്കെ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. അവനെവിടെയാ ഡയറക്ടർ? എന്താ ഒളിച്ചിരിക്കുവാന്നോ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്നെയാണോ അന്വേഷിക്കുന്നത്? ഇയാൾ തന്നെ. നിന്നെ ആദ്യം കണ്ടപ്പോഴേ നീ ഒരു പെണ്ണുപിടുത്തക്കാരനാണെന്ന് എനിക്ക് തോന്നിയാ. അരിജീന്റെ എല്ലാം ഓടിച്ചോളെ പറയാമോ? അമ്മാവാ, എന്നാൽ അത് തന്നെ നടക്കട്ടെ. അത് പോരുത്. എടീ പോ. പോട്ടെ. സാർ എങ്ങനെയെങ്കിലും ഇവിടെ ഞങ്ങളോട് പറഞ്ഞു വിട്ടതാണ്. വിളിച്ചോണ്ട് വെച്ചോളൂ. അതിനിവിടെ വരില്ലെന്ന് പറയുന്നു. ആ അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഇഷ്ടത്തിലാണ് ഞാൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത്. എനിക്ക് വരാൻ മനസ്സില്ല. എങ്കിലും ഇനി പോലീസ് തന്നെ. എടി, നീ ഇവിടെ എത്ര ദിവസം താമസിക്കുന്ന എനിക്കൊന്ന് കാണണം. വാടാ. വീട്ടുകാരെതിരായിരുന്നുകൊണ്ടാണോ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത്? അത് കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന് ആദ്യം പറഞ്ഞു. കല്യാണം കഴിച്ചു. എന്ന്? എവിടെ വെച്ച്? അത് കഴിച്ചെന്ന് പറഞ്ഞല്ലോ, അത് മതി. സുരേഷ് ബാബുവിന്റെ ഭാര്യയുടെ സമ്മതത്തോടു കൂടിയാണോ കല്യാണം നടന്നിട്ടുള്ളത്? എനിക്കറിയില്ല. ഗർഭിണിയാണെന്ന് കേൾക്കുന്നത് സത്യമാണോ? അല്ല. അല്ലല്ലേ? എന്നാ പിന്നെ ഡയറക്ടർ സാറ് കാണണ്ടേ? പിന്നെ ഡയറക്ടർ സാറെ കാണാൻ ഞങ്ങൾ പോവില്ല. സാറിങ്ങി ഇറങ്ങി വരണം. ആ പിന്നെ ദാമ്പത്യ ജീവിതം പരിപൂർണ്ണ സംതൃപ്തമാണെന്ന് ഞങ്ങളുടെ വായനക്കാരോട് പറയാമല്ലോ. എന്ത് വേണമെങ്കിലും എഴുതിക്കൊള്ളൂ. ആ കുഴപ്പമില്ല. ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഇത് സംബന്ധിച്ച് സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റും തരാനില്ല, എന്നെ വിട്ടേരെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പത്രാവിനോട് വിളിയോട് വിളിയാണ്. നാട്ടിൽ ഈ വാർത്ത വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയിരിക്കല്ലേ. ഒരേ സമയത്ത് രണ്ട് ഭാര്യമാരെ വെച്ചിരിക്കാൻ ഈ രാജ്യത്ത് നിയമമില്ലെന്ന് താങ്കൾക്ക് അറിയാമോ? അറിയാം. സിനിമാക്കാർക്ക് അത് ബാധകമല്ലായിരിക്കും. ദയവായി നിങ്ങൾ പോണം. ഞങ്ങളൊരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുന്നു. ഇവിടെ നിയമമൊന്നുമില്ല, വെറും സുഹൃത്തുക്കൾ. അത് കൊള്ളാമല്ലോ. കല്യാണം കഴിച്ചെന്ന് ഒരാള്, കഴിച്ചില്ലെന്ന് മറ്റൊരാള്. ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോണം. ദയവ് ഇതൊന്ന് പോകാമോ പ്ലീസ്? ഗുരുവായൂരപ്പ, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? ആഹാ, നിങ്ങളൊക്കെയാണല്ലേ. ഇന്റർവ്യൂ ആയിരിക്കും. ഒട്ടക്കത്തെ ഒരു ഇന്റർവ്യൂ. എനിക്ക് കോൾ ഷീറ്റും തന്നിട്ട് നീ ഇവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഡയറക്ടർ സാറേ, ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലാമായിരുന്നു. എന്ത് പറ്റി സ്വാമി? 1.5 ലക്ഷം രൂപ മുടക്കി വാഹിനിയിൽ ഒരു സെറ്റും ഇട്ടുകൊണ്ട് 3 ദിവസമായി ഞാൻ കാത്തിരിക്കുക. ഒന്ന് ഫോൺ ചെയ്ത് വരില്ല എന്നൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്യും. ഈ വീട് തപ്പി 200 ലിറ്റർ പെട്രോൾ കത്തിച്ചു. സാറിന് ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാമല്ലോ. എന്റെ പടം ഒന്ന് തീർത്തു തരാൻ ഈ കൊച്ചിനോടൊന്ന് പറ. വിഷമിക്കണ്ട, നാളെ കാലത്ത് ലേഖ ഷൂട്ടിങ്ങിന് വരും. കാറയച്ചോളൂ. വരുമോ കുഞ്ഞേ? വരാം. ഓ സ്വാമി, അപ്പം നാളെ ഷൂട്ടിംഗ് കൊണ്ടിരിക്കില്ലല്ലേ? സ്വാമി, അതെ, ഈ ഷൂട്ടിംഗ് മുടങ്ങിയതുകൊണ്ട് സ്വാമിക്ക് എത്ര രൂപ നഷ്ടമെന്നുള്ള കാര്യം വായനക്കാർ അറിഞ്ഞിരിക്കണ്ട. എന്നിട്ട് വായനക്കാരെല്ലാരും കൂടെ അതിങ്ങോട്ട് അയച്ചു തരുമായിരിക്കും. ഒന്ന് പോണം മിസ്റ്റർ. താടിക്ക് തീ പിടിക്കുമ്പോഴാ വീട് കത്തിക്കാൻ വരണേ. കൊണ്ടുവിട്ട് വണ്ടി വരാൻ പറയൂ. വരണോ? രാവിലെ അപ്പൊ ശരിയമ്മ, 7 മണിക്ക് വണ്ടി വരും. വിട്ടോ വിട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചല്ലേ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം? നീ കേടാ. നീ അമ്പടി ഭയങ്കര. സംഭവം പറയൂ. എന്താ ഇവിടെ എന്റെ മോളാ. മോളൊക്കെ വീട്ടില്, ഇവളിപ്പോ എന്റെ ആർട്ടിസ്റ്റാ. തൊട്ട് പോയിരുന്നു മാറിയത്. നീ പോയി വണ്ടിക്കാറ്. എടോ വിടോ വിടോ വിടോ, ഞാൻ പോലീസിനെ വിളിക്കും. ആ, നിങ്ങൾ സ്ഥലം വിട്. നീ നോക്കിക്കൂടി മഹാഭാവി. നിന്നെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്റെ ഗുരുവായൂരപ്പ, ഈ പടം ഒന്ന് തീർന്നു കിട്ടിയാ മതി. നീ വാടാ. ആ വീട് എനിക്ക് വെറുത്തുപോയി ചേച്ചി. മരിക്കുന്നത് വരെ ഞാനിനി അവിടെ കാലെടുത്ത് കുത്തില്ല. അങ്ങനെ തീർത്തു പറയണ്ട. ഇല്ല, തീർത്തു തന്നെയാ പറയുന്നത്. നിന്റെ ഇഷ്ടം.
പക്ഷേ എനിക്കൊന്നു തോന്നി, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടുമായിരുന്നു. നീ കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ. എനിക്ക് സ്നേഹമാണ് വലുത്. ഇപ്പോ അതെനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കത് മതി. ഞാൻ ചോദിച്ച ഒരു പൈസ പോലും കൊടുക്കരുതെന്ന് അവൾ എല്ലാ പ്രൊഡ്യൂസർമാരോടും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവനൊപ്പിക്കുന്ന പണിയാ. അവളെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല ചേച്ചി. ഞാൻ അവിടെ വരെ ഒറ്റയ്ക്കൊന്ന് പോട്ടെ, എന്നിട്ട് വിളിക്കാം. വന്നില്ലെങ്കിൽ അവിടെ മൊത്തം ആസിഡ് ഒഴിക്കും. ആസിഡോ? അതെന്തിനാ? നേരെ അവളെ സിനിമയിൽ അഭിനയിക്കരുത്. ദുഷ്ടൻ പറയുന്ന വർത്താനം കേട്ടില്ലേ? നീ പോടി അപ്പുറത്ത്. നിന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. പോരാ പറഞ്ഞു. ആസിഡ് ഒന്നും ഒഴിക്കാൻ പോണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ ഇട്ടിട്ട് പോകും. അവൾ ഇതാരെ പോരും. എന്നാ എനിക്കും ആ തോന്നുന്നു. കാത്തിരുന്നു. ലേഖ? അതെ. ആരാ? പറയാം. അകത്തേക്ക് കിടക്കാമല്ലോ. അച്ഛനില്ലേ അമ്മ എവിടെ? ഉണ്ട് മോനെ. അച്ഛൻ ഉണരാൻ സമയമായിട്ടില്ല. നിൽക്കൂ. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നിൽക്കൂ. ഇപ്പോൾ വിളിക്കണ്ട. നേരത്തെ ഉണരുന്നത് പുള്ളിക്കാരന് ഇഷ്ടമല്ല. തന്നെയുമല്ല, അദ്ദേഹം ഉണരുന്നതിന് മുൻപ് എനിക്ക് ലേഖയോട് അല്പം സംസാരിക്കാനുമുണ്ട്. നമുക്കിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. എന്റെ മുമ്പിൽ നിനക്കിരിക്കാൻ പറ്റില്ല. വിഷമിക്കണ്ട. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. കലാകാരന്റെ ദൗർബല്യങ്ങളെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. ഞാൻ എന്റെ ഭർത്താവിന് ഇണങ്ങുന്ന ഭാര്യയില്ലെന്നും അറിയാം. എന്നാലും വിവാഹം കഴിഞ്ഞു പോയാൽ പിന്നെ ഭാര്യയല്ലേ. ആണും പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞു പോയാൽ പെണ്ണ് പ്രസവിക്കും. പ്രസവിച്ചാൽ അമ്മയുമായി. ആ അമ്മയാണ് ഞാൻ. എന്റെ മകൻ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു. നീ ജീവിതം കണ്ടിട്ടില്ല. ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അഭിനയിച്ചു തുടങ്ങിയിരിക്കണം. യാഥാർത്ഥ്യവുമായുള്ള നിന്റെ ബന്ധം എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗീതേ, നീ എന്തിനൂടെ വന്നു? ഞാൻ പിന്നെ എങ്ങോട്ട് പോകണം? വരൂ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. വരാൻ മോനെ. പോകാം അച്ഛാ. അച്ഛൻ ഡ്രസ് മാറി വരാം. വന്നെന്നെ കൊത്തുന്നു. ആരും കാണാത്തിരുമുറിവുകളിൽ ചോര പൊടിക്കുന്നു. എന്റെ നെഞ്ചൊരു കിളിയായി പിടയുന്നു, പിടഞ്ഞു കേഴുന്നു. എന്റെ വേദന ആരറിയുന്നു, ആരറിയുന്നു. ഞാൻ വിചാരിച്ചു നീ ഷൂട്ടിങ്ങിന് പോയി കാണുന്നു. എന്താ പോയില്ലേ? എന്റെ 1-2 ഫയലുകൾ ഇവിടെ ആയിപ്പോയി. നീ ഒരു മണ്ടിയാണ്.
എന്റെ ഭാര്യയും കുട്ടിയും എന്ന് വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ സാരമില്ല. ഞാൻ ഇടയ്ക്കിടെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരാം. ഞാൻ ഇവിടെ വന്നു പോകുന്നുണ്ടെന്ന് നീ ആരോടും പറയാതിരുന്ന മതി. സൗകര്യം കിട്ടുമ്പോഴൊക്കെയോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്. നീ ഇതത്ര വലിയ കാര്യമാക്കിയത് നിന്റെ തെറ്റ്. അപ്പോ നിങ്ങൾ കാര്യമായിട്ടല്ലായിരുന്നു? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ എന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് എനിക്ക് നിന്നെ കിട്ടാൻ പറ്റില്ല. സമയമില്ല. ഞാൻ ഞായറാഴ്ച കാലത്തെ വരാം. എന്തിന് വരണ്ടേ? വേണ്ട. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. എല്ലാം നിന്റെ ഇഷ്ടത്തിൽ നീ ചെയ്തു. ഇപ്പോൾ നിനക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ തിരികെ വീട്ടിൽ പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം അലസിപ്പോയൊരു അഡ്വഞ്ചറായി ഞാനിത് കരുതിക്കൊള്ളാം. ലേഖേ, എനിക്ക് നിൽക്കാൻ സമയമില്ല. ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. വീണ്ടും കാണാം. കഴിഞ്ഞതെല്ലാം മറന്നേക്ക്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയിട്ട് മടങ്ങുന്നത് പോലെ നേരെ വീട്ടിലേക്ക് ചെന്നാ മതി. എന്താ, പോകാൻ മടിയുണ്ടോ? ഇങ്ങനെ ഇപ്പൊ വേണ്ട, രാവിലെ പോയാ മതി. രാവിലെ ഞാൻ കൊണ്ടിന് വീട്ടിലാക്കാം, പോരെ? വിഷമിക്കാനൊന്നുമില്ല. ഇതെല്ലാം കൂടി കൂടുന്നാണ് കുട്ടി ജീവിതം. എന്റെ വിഷമങ്ങളൊക്കെ തീർന്നു ചേച്ചി. എനിക്ക് ആരോടും പരാതിയില്ല. ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നി, വന്നു, കണ്ടു. ഇനി ഞാൻ പോയിക്കോട്ടെ ചേച്ചി. ഹലോ. ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ലില്ല, അവൾ ഒറ്റയ്ക്കാണ് വന്നത്. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം പിന്നീട് പറയാം. നാളെ രാവിലെ ചേച്ചി ഉടമരം ചെല്ല്. അവൾ കൂടെ പോരുമെന്നാ എനിക്ക് തോന്നുന്നു. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. അവളുടെ ഒരു മട്ട് കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നിയത്. ശരി, നമ്മൾ പറഞ്ഞാലും എന്നെ സംഭവിച്ചു. അവൾ അവനുമായി തെറ്റി. തിരിച്ചു പോരാമെന്ന്. നേരോ? ആരാ വിളിച്ചത്? പുഷ്പയായിരുന്നു. മോളിപ്പോ അവിടെ ചെന്നിരുന്നെന്ന്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. அம்மா என்ன எழுந்திருக்கலம்மா? அது கொள்ளாம். இதுவரை எழுந்தேட்டில்லே. நான் வந்து 1 மணி நேரம் ஆச்சு. 4 தடவை பெல் அடிச்சு பார்த்துட்டேன். இன்னும் கதவு திறக்கல. மோளே, மோளே, அம்மே மோளே, മോളെ, മോളെ. പിന്നാലെ കഥകുണ്ടോ? മോളെ, മോളെ, മോളെ. ശാന്തമേ, ശാന്തമേ. பெட்ரூம் அந்த பக்கமா? ശാന്തമേ, ശാന്തമേ, ശാന്തമേ. മോളെ, മോളെ, ശാന്തമേ. കഥവ് തുറക്കും മോളെ. ഇവളിതെല്ലാം എവിടെ പോയിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ശാന്തമേ, മോളെ, ശാന്തമേ. ഒട്ടിക്കട്ടെ.